ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, അതിനെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിൻ്റെ 144 സെഷനാണല്ലോ ഇത്. 3-ാം പ്രമാണത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള 74-ാമത്തെ സെഷനും. നമുക്ക് നല്ല ദൈവത്തിന് നന്ദി പറയാം. അവിടെ നമ്മളെ അവിടുത്തെ പരിശുദ്ധാത്മാവ് വഴിയായിട്ട് പ്രബോധനം തന്ന് നമ്മൾ നടത്തുന്നതിനെ ഓർത്ത് നമ്മുടെ ദൈവരാജ്യ രഹസ്യങ്ങൾ എന്നുള്ള ലഘുപുസ്തക പരമ്പരയുടെ 12-ാമത്തെ ലക്കമാണ് ഇത്. 12-ാമത്തെ പുസ്തകം. പിശാചിനെ കുറിച്ച് എന്തിനിങ്ങനെ ചിന്തിക്കണം? ഇത് കുറച്ചു പേരുടെ തലയ്ക്കകത്ത് വല്ലാണ്ട് ഒരു ചിന്ത, സാത്താൻ ഇട്ട് കൊടുക്കുന്ന ചിന്തയാണിത്. എന്നെക്കുറിച്ച് എൻ്റെ സുഹൃത്തുക്കൾ ആയിരിക്കുന്ന പല അച്ഛന്മാരും ഒക്കെ പറയുന്നൊരു പരാതിയും ഇത് തന്നെയാണ്. അച്ഛൻ എന്തിനാണ് ഈ പിശാചിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഒത്തിരി പറയുന്നത് എന്ന്. നമ്മൾ ഈ ഒരു ധ്യാനത്തിൽ കൂടെ കടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ പിശാചിൻ്റെ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ എത്രയോ അധികമായിട്ട് തമ്പുരാൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ശരിയല്ലേ? നമ്മൾ എത്രയോ മണിക്കൂറുകൾ ദൈവീ ആത്മീയ കാര്യങ്ങൾ കണ്ടാ വരുന്നത്. അതിനിടയ്ക്ക് പിശാചിനെ കുറിച്ച് നമ്മൾ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് പിശാചിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ മറ്റാരും പറയുന്നില്ലാത്ത പോലെ ഈ ഒരു വർഷത്തിൽ പറയാൻ ഇട വരുന്നുണ്ട്. എങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചാണ്, സ്വർഗീയ വീടിനെ കുറിച്ചാണ്. അങ്ങോട്ട് നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുന്ന ഈശോ വെളിപ്പെട്ട രഹസ്യങ്ങൾ, ഈശോയുടെ വിശുദ്ധർ, അതെല്ലാമാണ് നമ്മുടെ ചിന്ത. പക്ഷെ അതിനൊപ്പം നമ്മൾ അതിന് പശ്ചാത്തലമായിട്ട് നിൽക്കുന്ന പൈശാചി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യം നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതേപ്പറ്റി ചിന്തിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു കലക്കം തലയ്ക്കകത്ത് കയറുന്ന വ്യക്തികൾക്ക് ഒരു വ്യക്തത വരാൻ, അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ എങ്ങനെ ഉത്തരം കൊടുക്കണമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 12-ാമത്തെ ലക്കം പുസ്തകം മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിനകത്ത് കൂട്ടജക്ഷിൻ്റെ ഒരു ഉദ്ധരണി ഞാൻ ആരംഭത്തിൽ പറയുന്നുണ്ട്. സാത്താൻ തന്നെപ്പറ്റി തന്നെ പറയുന്നത് ദൈവം പറഞ്ഞതിന് എതിരാണ്. ദൈവം പറഞ്ഞത് എന്താണ്? മോശയോട് പറഞ്ഞു, ആയിരിക്കുന്നവൻ ഞാനാണ്, ഞാൻ ആണ് ദൈവം. ദൈവം തന്നെ തന്നെ കാണിച്ചു കൊടുത്തു, ഞാൻ ആയിരിക്കുന്നവൻ ഞാനാണ്. സാത്താൻ പറയുന്നത് കൂട്ടജക്ഷൻ എന്നുള്ള ആ ഒരു ന്യൂയോർക്കിലെ ആർച്ച് ബിഷപ്പായിരുന്ന വലിയ വചന പ്രഘോഷനായിരുന്ന ദേവദാസനാണെന്ന് ആ ആർച്ച് ബിഷപ്പ് പറയുന്നത്. സാത്താൻ പറയുന്നത് ആയിരിക്കുന്നവൻ ഞാനാണ്, ദൈവം പറഞ്ഞു. ആയിരിക്കുന്നില്ലാത്തവൻ ഞാനാണ്, അത് ഞാനില്ല. ഇതാണ് സാത്താൻ പറയുന്നത്, ഞാനില്ല. അത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അവൻ ജീവനല്ല മരണമാണ്. ദൈവം ജീവനാണ്, ആയിരിക്കുക. സാത്താൻ മരണത്തിൻ്റെ അരൂപിയാണ്. അവൻ ആയിരിക്കുന്നില്ലാത്തവൻ ആ രീതിയിൽ. അതിനും അപ്പുറത്ത് അവനിങ്ങനെ പറയാൻ കാരണം, അവൻ ഉണ്ട് എന്നുള്ളത് ആൾക്കാർ അറിയാൻ പാടില്ല. അവൻ്റെ സാന്നിധ്യം അറിഞ്ഞാലത് അവൻ്റെ കെണികൾക്ക് തടസ്സമാകും.
നമ്മൾ തിന്മ പ്രവർത്തിക്കുന്നവരെല്ലാം ഇരുട്ടിലും മറവിലും ഒളിവിലുമാണ് പ്രവർത്തിക്കുന്നത്, ആരും അറിയാതെ സൂത്രത്തിൽ. കള്ളക്കടത്ത് നടത്തുന്നവര് എല്ലാവർക്കും അറിയിപ്പ് കൊടുത്തോണ്ട് ഞാൻ കള്ളക്കടത്ത് വരികയാണ്, ഇത് കള്ളക്കടത്ത് സ്വർണ്ണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വായിക്കൊണ്ടിരുമോ? ഇല്ല. വേറെ രീതി ലേബർ ഒട്ടിച്ചും ഇത് സ്വർണ്ണമൊന്നുമല്ല, ഇത് നൂഡിൽസ് ആണെന്നൊക്കെ എഴുതി വെച്ചുകൊണ്ടൊക്കെ കൊണ്ടുവരും. അതിനകത്ത് അപ്പം അവരുടെ പ്രവർത്തനങ്ങൾ ആർക്കും അറിവ് കൊടുക്കാൻ അവർക്ക് ഇഷ്ടമില്ല. ഏതെങ്കിലും തീവ്രവാദികൾ അല്ലെങ്കിൽ വിദേശ രാജ്യ ചാരന്മാര് നമ്മുടെ നാട്ടിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ അവർ വേറെ പാസ്പോർട്ട് വെച്ചും വേറെ ജോലി രീതിയിൽ കാണപ്പെട്ടും ഒക്കെ പെരുമാറും. എന്നിട്ട് ആര് പറയാം, രാത്രിയിലാണ് അവരുടെ തനിനിറം അവർ കാണിക്കുന്നത്. അവരുടെ തനി നിറം വെളുപ്പിട്ട് പോയാൽ പിന്നെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചാരൻ, വിദേശ ശത്രു രാജ്യ ചാരൻ നമ്മുടെ ഈ നാട്ടിലെ ഈ നഗരത്തില് ഈ സ്ഥാപനത്തിൽ ഇവിടെ ഇല്ല എന്ന് മറ്റുള്ളവർ ചിന്തിച്ചെങ്കിലേ അവന്റെ പരിപാടി നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ മറുവശം എടുത്ത് നോക്കിയപ്പോൾ ഒരു പാകിസ്ഥാൻ ചാരനാണ് ഈ നിൽക്കുന്ന വ്യക്തി, അവൻ ആ വീട്ടിൽ താമസിക്കുന്നത്, അവൻ ചാരപ്പണിക്ക് വന്നിരിക്കുകയാണ് എന്ന് നാട്ടുകാർക്കെല്ലാം അറിയാമെങ്കിൽ അവൻ എവിടെ നീങ്ങിയാലും ആൾക്കാർ നോട്ട് ചെയ്യും. അവരവരെ വിശ്വസിക്കുകയല്ല, അവനോട് കൂടിയല്ല. അപ്പൊ അവന്റെ ഐഡന്റിറ്റി, വ്യക്തിത്വം, താൻ ആരാണ് എന്നുള്ളത് ഒരു പാകിസ്ഥാൻ ചാരൻ അല്ലെങ്കിൽ ഒരു ശത്രുരാജ്യത്താരോ തീവ്രവാദി ഇവിടെ ഉണ്ട് എന്നുള്ളത് ആർക്കും അറിവ് കിട്ടാൻ പാടില്ല. എങ്കിലും അവന് പലരും വിജയിക്കുള്ളൂ. ഇതിന്റെ അങ്ങേയറ്റമാണ് സാത്താൻ. അവിടെ സാത്താന്റെ ഏറ്റവും വലിയ ഒരു കെണി ചിന്തയാണ്, അവന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന ശൈലിയാണ് അവനുണ്ട് എന്ന് ആരും അറിയരുത്. അവിടെ അവരെക്കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും പറയുന്നത് അവന് ഇഷ്ടമില്ല. അവിടെ ഒരുപാട് ദൈവശാസ്ത്രജ്ഞന്മാരുടെ പോലും ചിന്തയിലും ബോധ്യത്തിലും സാത്താൻ വിദഗ്ധമായിട്ട് കയറ്റി വെച്ച് കൊടുത്തിരിക്കുന്ന ഒരു ചിന്തയാണ് സാത്താൻ എന്ന് പറയുന്നത് ഇല്ല. ഞാൻ എൻ്റെ ദൈവശാസ്ത്ര പഠനത്തിൽ PG PhD തലത്തിൽ പഠിക്കാൻ പോയപ്പോൾ ഉണ്ടായ അനുഭവം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച്, സാത്താനെ കുറിച്ച്, ബഹിഷ്കരണത്തെ കുറിച്ച് പഠിക്കാനായിട്ട്, ഗവേഷണം നടത്താൻ, ഡോക്ടറേറ്റ് ചെയ്യാനായിട്ട് വന്നപ്പം ഗൈഡ് ചെയ്യാനായിട്ട് ഒരു അച്ഛനെ കിട്ടുന്നില്ല. കാരണം ഡോക്ടറേറ്റുള്ള ദൈവശാസ്ത്ര പാണ്ഡിത്യമുള്ള ഒരു വൈദികന് മാത്രമേ ഒരു PhD ഗവേഷണം ഗൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ അറിവുള്ള ഡിഗ്രിയുള്ള അച്ഛന്മാർക്ക് ആർക്കും വിശ്വാസമില്ല, ആർക്കും തന്നെ വിശ്വാസമില്ല സാത്താനുണ്ട്. അപ്പോൾ ഞാൻ ഈ വിഷയം പറയുമ്പോൾ ആരും എന്നെ സഹായിക്കാനില്ല. അങ്ങനെ ഒത്തിരി വിഷമിച്ച് അവസാനം എൻ്റെ സുഹൃത്ത് കൂടിയായിരുന്ന ഒരു അച്ഛന് പടയപരിചയം. അപ്പം അച്ഛനുടെയും സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, സാത്താനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഈ പറയുന്ന ഒരു വ്യക്തിയായിട്ടൊന്നുമില്ല. പക്ഷെ അച്ഛന് നിർബന്ധമാണെങ്കിൽ അച്ഛൻ വർക്ക് ചെയ്തു. അച്ഛൻ ലോജിക്കലായിട്ട്, യുക്തിഭദ്രമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് പോക്കണം, എന്ത് പറഞ്ഞാലും. അങ്ങനെയാണ് ഞാൻ ഒപ്പം നിൽക്കാം. അങ്ങനെ ഒരു പ്രത്യേക എഗ്രിമെന്റ് വെച്ചിട്ടാണ് എൻ്റെ ഗൈഡായിരുന്ന ആ അച്ഛൻ ബിബ്ലിക്കൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. അച്ഛന് എനിക്ക് ഗൈഡായിട്ട് വന്നതെന്ന് ഓർക്കണം. പക്ഷെ അവസാനം പഠനം പൂർത്തിയാകുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛനെ പറയുന്ന പോലെ പിശാച് എന്ന് പറയുന്നൊരു വ്യക്തിയായിട്ട് തന്നെ ഉണ്ടാവും, അതാണ് വാസ്തവം എന്നൊരു ബോധ്യം അച്ഛൻ വന്നു. അച്ഛനത് തുറന്ന് പറയുകയും ചെയ്തു. അങ്ങനത്തെ ഒരു അനുഭവം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ പഠനം ഒത്തിരി പഠിച്ച് നീങ്ങുന്ന നിയമശാസ്ത്രജ്ഞന്മാർക്കിടയിലും ഒത്തിരി വിദ്യാഭ്യാസം ഉണ്ടെന്ന്, അറിവുണ്ടെന്ന് വിചാരിക്കുന്ന വിദ്യാസമ്പന്നർക്കിടയിലും ശക്തമായുള്ളൊരു ചിന്തയാണ് സാത്താനില്ല, പിശാചില്ല. അവരെക്കുറിച്ച് പറയുകയും വേണ്ട. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ ചിലർ പറയും അത് കരിസ്മാറ്റിക് കുഞ്ഞാടുകളുടെ ഒരു ചിന്തയാണ് സാത്താനും ബഹിഷ്കരണവും ഒക്കെ, അല്ലാതെ വേറെ എവിടെയാ ഉള്ളത്. ചിലർ പറയും, അവർ പറയും ഈ സാത്താൻ എന്ന് പറയുന്നതിനെ ഇറക്കി വിടുക എന്ന് പറയുന്ന പരിപാടി സാത്താനെ അല്ല ഇറക്കി വിടണ്ട, ഈ കരിസ്മാറ്റിക് കുഞ്ഞാടുകൾ തലയ്ക്കകത്ത് കയറി കിടക്കുന്ന ഈ സാത്താൻ ഉണ്ട് എന്നുള്ള ചിന്ത, അതാണ് ബാധ, അതിനെ ഇറക്കി വിടണം എന്ന് പോലും പുച്ഛത്തോടെ പറയുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പറയുമ്പോൾ സാത്താന് നല്ല സന്തോഷമാണ്. കാരണം അവരെല്ലാം അവൻ്റെ കൂടെയാണ്. തീവ്രവാദികളായ വ്യക്തികൾ അല്ലെങ്കിൽ ശത്രു രാജ്യത്തിൻ്റെ ചാരന്മാര് നാട്ടിൽ പ്രവർത്തിക്കുന്നത് ആരും അവരെ സംശയിക്കുന്നേ ഇല്ല. അവർ നന്നായിട്ട് അംഗീകരിച്ച് നമ്മുടെ നാടിൻ്റെ പ്രധാനപ്പെട്ട ആൾക്ക്, ദേശത്തിൻ്റെ ഏറ്റവും നന്നായ ഒരു നേതാവാണിത്, നമ്മുടെ ജനത്തെ മുഴുവൻ സ്നേഹിക്കുന്ന ആളാണ്, വിദേശത്തുനിന്ന് വന്നതാണ്, പക്ഷെ എന്തോ ഒരു നന്മയുള്ള ആളെന്നറിയാമോ, എന്ത് സഹായം നമുക്ക് അവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞ് ഈ വ്യക്തികളെ ആരെങ്കിലും നല്ല രീതിയിൽ അവതരിപ്പിക്കാമെങ്കിൽ ഈ ചാരന്മാർക്ക് വലിയ സന്തോഷമാണ്. അവർക്ക് അവിടെ പണിയെല്ലാം ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു സേവനമാണ് ഈ സാത്താനില്ല, പിശാചില്ല എന്ന് ചിന്തിക്കുന്നവർ, അതുപോലെ പറയാൻ ഇഷ്ടപ്പെടാത്തവർ ചെയ്തു കൊടുക്കും, സാത്താൻ ചെയ്തു കൊടുക്കുന്നത്. ഞാൻ എനിക്ക് പറഞ്ഞതാണ്, ഒരു ബൈബിൾ ആഴപ്പെട്ട് പഠിച്ച എൻ്റെ ഒരു സുഹൃത്ത് വൈദികൻ ബൈബിളിലെ ഒരു
സുവിശേഷങ്ങൾ, ഒരു സുവിശേഷത്തെക്കുറിച്ച് ആഴപ്പെട്ട് ഡോക്ടറേറ്റ് എടുത്തു വിദേശ റോയിൽ പോയിട്ട്. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നിരുന്ന മലയാളത്തിൽ ആൾക്കാരെല്ലാം പങ്കുവച്ചൊരു പുസ്തകം എഴുതി. അപ്പോൾ എൻ്റെ സുഹൃത്ത് അച്ഛനായതുകൊണ്ടും ആ സുവിശേഷത്തെക്കുറിച്ച് അത് എഴുതിയ പുസ്തകം എനിക്ക് താല്പര്യത്തിൽ ഞാൻ വാങ്ങിച്ചു. അത് ഞാൻ വായിച്ച് വന്നപ്പം ആ സുവിശേഷത്തിലുള്ള പല പല വിഷയങ്ങൾ ഓരോ ചാപ്റ്ററായിട്ട് ഭംഗിയായിട്ട് അവതരിപ്പിച്ച് പോയിരിക്കുന്നു. പക്ഷെ അതിനകത്ത് ഈ ബന്ധിതർക്ക് മോചനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്, പിശാചിനെ പരാജയപ്പെടുത്താൻ. ആ ഒരു മേഖലയെക്കുറിച്ച് ഒരു സൂചന കൊടുത്തിട്ടേ ഇല്ല. അപ്പം ഞാൻ അച്ഛനോട് ഒരിക്കൽ ചോദിച്ചു, എന്താ അച്ഛാ ഇത്, ഈ ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളെല്ലാം അങ്ങ് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ടല്ലോ, ഇതൊരു പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രമേയമല്ലേ? ലൂക്കോയുടെ സുവിശേഷത്തെക്കുറിച്ചാണ് അച്ഛൻ എഴുതിയത്. സാത്താനെതിരാണ് ഈശോയുടെ പോരാട്ടം. ഈശോ സ്വയം അറിയപ്പെടുന്ന പോലെ ലൂക്കാ 4 ഞാൻ ബന്ധുക്കൾക്ക് മോചനത്തിന് കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അത്ര പ്രധാനപ്പെട്ട ഒരു തീം. ആ തീം എന്താ അച്ഛന് പരാമർശിക്കാത്തത്? അപ്പോൾ അച്ഛൻ ചിരിച്ചു. അത് പിന്നെ അങ്ങനെ അത്രേ ഉള്ളൂ. ഇത് സാത്താൻ്റെ വിജയമാണ്. സ്നേഹമുള്ള സഹോദരങ്ങൾ, ഞാനിപ്പോൾ അതേപ്പറ്റി അല്ല പറയാൻ വന്നത്. അതുകൊണ്ട് എന്തിനാണ് ഈ വിഷയം നമ്മൾ ചിന്തിക്കേണ്ടത്, പരിഗണിക്കേണ്ടത്? അതിനെക്കുറിച്ച് സഭയുടെ ഔദ്യോഗികമായ നിലപാടുകൾ. സഭ ഇതേക്കുറിച്ച് 1975 ക്രിസ്ത്യൻ ഫെയ്ത്ത് ആൻഡ് ഡീമനോളജി എന്ന പേരിൽ ഒരു പ്രമാണ രേഖ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് സാധാരണ സാഹചര്യങ്ങളിൽ ഈ ഒരു മേഖലയെ എങ്ങനെ സമീപിക്കണം, ഇതേപ്പറ്റി തർക്കം നടക്കാൻ ഉത്തരം കൊടുക്കണം, അത് വ്യക്തമാകാൻ വേണ്ടി അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഒന്ന് പങ്കുവെച്ചുകൊണ്ടുള്ളതാണ് ഈ ഒരു പുസ്തകം. ഇത് 12ാമത്തെ പുസ്തകമാണ് നമ്മുടേത്. ഒരു സംഖ്യ അടച്ച് അഡ്രസ്സ് തന്നിരിക്കുന്നവർക്ക് അല്ലാതെ അയച്ചു തരുന്നതാണ്. വരുത്താൻ ആഗ്രഹിക്കുന്നവരത് വരുത്തണം. സ്നേഹമുള്ള സഹോദരൻ, ഞാൻ വീണ്ടും പറയുകയാണ്, ഈ പുസ്തകം അച്ഛൻ ഇങ്ങനെ എഴുതുന്നുണ്ട്, അത് പണം മുടക്കി പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഈശോയുള്ള സ്നേഹം ഉണ്ടെങ്കിൽ, ദൈവരാജ്യത്തിലൂടെ നിലകൊള്ളുന്നുണ്ടെങ്കിൽ, സാത്താൻ്റെ കണികളെ തുറന്നു കാണിച്ച് അവനെ പരാജയപ്പെടുത്തുന്ന നിങ്ങൾക്ക് ഉള്ളിൽ പരിസ്ഥിതി പ്രേരണ തരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു കൈ താങ്ങി തരണം. അനേകർ ഈ നാളുകൾ സഹകരിക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധാരണക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇത് എത്തിക്കാൻ കടപ്പെട്ടവരായ അനേകർ ഇതേപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല, പറയുന്നില്ല, പറയാനുള്ള ബോധ്യമില്ല. അങ്ങനെ മാറ്റിവെച്ച് സാത്താനോട് സൈഡ് കൂടുന്നവരായിട്ട് നമ്മുടെ തന്നെ സഭയുടെ പ്രധാനപ്പെട്ട പല ആൾക്കാരും അവരറിയാതെ തന്നെ ഭവിച്ചു പോകുന്നുണ്ട്. പത്രോസ് അറിഞ്ഞില്ല, പത്രോസ് സാത്താൻ്റെ വാക്കാണ്. പത്രോസ് ഈശോട് പറയുന്നത് കെസ്രേ ഫിലിപ്പിൽ വെച്ച് ഈശോ നില മുഖത്ത് നോക്കി സാത്താനെന്ന് വിളിക്കുന്നുണ്ട് വരെ പത്രോസ് അറിഞ്ഞില്ല. പത്രോസ് 1ാമത്തെ മാർപ്പാപ്പയായിട്ട് നിൽക്കുന്ന ആളാണ്. ഈ പാരമ്പര്യയുടെ സഭയെ സ്ഥാപിക്കുന്ന ഈശോ പറഞ്ഞ് താക്കോൽ ഏൽപ്പിച്ചു കൊടുത്ത ആളാണ് എന്ന് പറഞ്ഞതുപോലെ ഉത്തരവാദിത്ത സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് പോലും ഈ മേഖലയെക്കുറിച്ച് വ്യക്തമായിട്ടും പച്ചയ്ക്കും തെളിച്ചു പറഞ്ഞ് പഠിപ്പിക്കാനുള്ള ബോധ്യമില്ല, വ്യക്തതയില്ല, കരുത്തില്ല. എന്നെ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ ഇത് മുഴുവൻ സാത്താൻ അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുമായിട്ടൊരു IT ഫീൽഡിലുള്ള നല്ല അവഗാഹമുള്ള ഒരു IT എഞ്ചിനീയറുമായിട്ട് സംസാരിച്ചപ്പം ഈ ഹാക്കേഴ്സ്, അതായത് സൈബർ ആക്രമണം നടത്തുന്ന വ്യക്തികളെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാന്ന് വെച്ചാൽ സൈബർ മേഖലയിലുള്ള ആക്രമണങ്ങൾ എല്ലാവർക്കും, എല്ലാ കമ്പനികൾക്കും എതിരെ, സകല പ്രസ്ഥാനങ്ങൾക്കെതിരെ നടക്കുന്നുണ്ട്. അതിനകത്ത് 2 കൂട്ടരുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്. ഏത് കമ്പനികൾക്കിടയിൽ ഒരു വലിയ നേതാവിനെ അല്ലെങ്കിൽ ഒരു വലിയ ഒരു വ്യക്തിയെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, 2 തരത്തിലുള്ള കമ്പനികളുണ്ട്. ഒന്ന് ഈ സൈബർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിനകത്തുള്ള ഇങ്ങനെയുള്ള വൈറസ് ആക്രമണം, ഹാക്കേഴ്സിൻ്റെ ആക്രമണത്തിന് ഇരയായ വ്യക്തികൾ, കമ്പനികൾ ഒത്തിരിയുണ്ട്. മറ്റൊരു കൂട്ടം കമ്പനികൾ എന്ന് പറയുന്നത് തങ്ങൾ ഈ ആക്രമണത്തിന് ഇരയായി എന്ന് അറിയുന്നില്ലാതെ നീങ്ങുന്നവരാണ്. ഇരയായി എന്ന് അറിയുന്ന കമ്പനികൾ അതിനെതിരെ പ്രതിരോധമെടുക്കുന്നു, അതിനെ പരിഹരിക്കാൻ നോക്കുന്നു, മുൻകരുതലെടുക്കുന്നു, അങ്ങനെ നീങ്ങുകയാണ്. അവരതിനെതിരെ പൊരുതുകയാണ്, നിൽക്കുകയാണ്. അങ്ങനെ ഒരു കൂട്ടം കമ്പനികളുണ്ട്. ഇനി വേറെ കൂട്ടം കമ്പനി ഉള്ളത് അവർക്കെതിരെ ഇതേ ആക്രമണം നടക്കുന്നു, പക്ഷെ അവരറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഈ ഹാക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ സൈബർ ആക്രമണം ഒന്നും ഉണ്ടാകുന്ന അവസ്ഥ ഞങ്ങൾക്കൊന്നുമില്ല. പക്ഷെ അവരുടെ കമ്പനിയുടെ പല കാര്യങ്ങളും ഇവരറിയാതെ തന്നെ മറ്റവരുടെ കയ്യിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്, കണ്ട്രോളിൽ പോയിക്കൊണ്ടിരിക്കുക. ഇത് പറഞ്ഞ പോലെ നമ്മൾ ആത്മീയ മേഖലയെ നോക്കുമ്പോൾ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒന്ന്, പിശാചിൻ്റെ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത് അറിഞ്ഞിട്ട് സഹായം തേടി എടുക്കുന്നവർ, അന്വേഷിക്കുന്ന, സഹായം സ്വീകരിക്കുന്നവർ പൊരുതി നിൽക്കുന്നവർ ഒരു കൂട്ടരുണ്ട്. ഈ കറിസ്മാറ്റിക് കുഞ്ഞാലികൾ എന്നൊക്കെ പറഞ്ഞ് പരിഹാസത്തിൻ്റെ വാക്ക് പറയുന്നത്, കറിസ്മാറ്റിക്കാർ പലപ്പോഴും പിശാചിനെ ഒത്തിരി പറയുന്നുണ്ട്. അതാണ് അങ്ങനെ പ്രശ്നമായ കാരണം. എങ്കിൽ പോലത്തെ കുറേ കാര്യം ഇതിനകത്ത് വീണ്ടും ഉണ്ട്. കറിസ്മാറ്റിക്
മേഖലയിൽ വരുന്നവർ ഈ പോരാട്ടത്തിൽ നന്നായിട്ട് അറിയുന്നവരാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ആഴപ്പെട്ട് അറിയുന്ന ഏതൊരു വ്യക്തിയും പൈശാചിക ആത്മാവിന്റെ പ്രവർത്തനങ്ങളെ പറ്റി അവബോധമുള്ള വ്യക്തി ആയിത്തീരും. അതുകൊണ്ടാണ് ഈ മേഖലയിൽ വരുന്നവർ പിശാചിനെ സംസാരിക്കാൻ ഇട വരുന്നത്. അപ്പൊ അങ്ങനെ പൊരുതി നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട് ആത്മീയ ജീവിതത്തിലും. ഇനി വേറൊരു വലിയ കൂട്ടരുണ്ട്, അവർക്ക് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ പിശാച് ഉണ്ടെന്ന സാത്താനുണ്ടെന്ന ഒരു ചിന്തയില്ല, അവബോധമില്ല, അവർ പറയാൻ ഇഷ്ടമില്ല, ചിന്തിക്കാൻ ഇഷ്ടമില്ല. ഇതൊക്കെ വേണ്ടാത്ത വിഷയങ്ങൾ, എന്തെങ്കിലും ചിന്തിക്കണം, അതാണ് ചിന്ത. പക്ഷെ അവര് സാത്താന്റെ ആക്രമണത്തിന് നല്ലതുപോലെ ഇരയായി നീങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് അവരും. പക്ഷെ അവരറിയുന്നില്ല. ഇതാണ് എൻ്റെ വ്യത്യാസം. ഇപ്പൊ വലിയ കമ്പനികളെ പറ്റി രണ്ട് അഭിപ്രായമുണ്ട്, രണ്ട് തരമുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ ആത്മീയത്തിൽ രണ്ട് തരങ്ങളുണ്ട്. സ്നേഹമുള്ളവരെ, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ദൈവജനത്തിന്റെ ശ്രദ്ധയിൽ പെടുത്തണം. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനായിട്ടാണ് ദൈവോത്തരം പ്രത്യക്ഷനായത്. നമ്മളിതിന് മുമ്പത്തെ രക്കം പറഞ്ഞല്ലോ, പിശാച് നശിപ്പിക്കുന്നവർ ഈശോ, അമ്മ, പിന്നെ സമൂഹം മുഴുവനും ആ കൂട്ടത്തിൽ കൂടേണ്ടവരാണ് നമ്മൾ. അങ്ങനെ നമ്മൾ ആ വിളി നമുക്കുണ്ടെങ്കിൽ സ്നേഹമുള്ള സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ നെഞ്ചിനകത്ത് ഏറ്റെടുക്കണം. പറ്റുന്ന പോലെ പ്രാർത്ഥന വഴിയായിട്ടും പല രീതിക്കുള്ള സ്വാധീനങ്ങൾ ഉപയോഗിച്ചും ഇത് ആൾക്കാർ ശ്രദ്ധയിലേക്കപ്പെടുത്തി. ഇത് ഓൺലൈൻ വഴിയായിട്ടുള്ള കോപ്പി നമ്മൾ തയ്യാറാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ എനിക്ക് എൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇത്രയും കിട്ടുന്നത്, ഇത് പ്രിന്റ് ചെയ്ത കോപ്പി തന്നെ നമ്മുടെ എല്ലാം ആൾക്കാർക്കിടയിലേക്ക് എത്തണം. പ്രിന്റ് ചെയ്ത പുസ്തകങ്ങൾ തന്നെ അതിങ്ങനെ മേശപ്പുറത്ത് കയ്യെത്തത്ത് കിടക്കണം. അത് തിരിച്ചു മറിച്ച് വായിച്ചു നോക്കാനായിട്ട്. ഓൺലൈൻ ബുക്ക് എന്ന് പറയുന്നത് അത് നമ്മൾ വരുത്തുമ്പോൾ നമുക്ക് വരുത്തുന്ന ആൾക്കൊന്ന് വായിക്കാൻ പറ്റും, പിന്നെ അത് ഓഫായി കഴിയുമ്പോൾ അതിവിടെ ഇല്ല, അവിടെ ഓൺലൈനിൽ കിടക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇതെപ്പോഴും മേശപ്പുറത്ത് കിടക്കും. അതുകൊണ്ട് പരമാവധി പ്രിന്റഡ് ആയിട്ടുള്ള കോപ്പികൾ തന്നെ നമുക്ക് ഇടയിൽ പരമാവധി പ്രചരിപ്പിക്കണം. ഞാൻ പറഞ്ഞ പോലെ ഇത് വളരെ എളുപ്പത്തിൽ വായിക്കാവുന്ന രീതിയിലും ആകർഷകമായ രീതിയിലൊക്കെ അവതരിപ്പിക്കുന്നത് നല്ല മൾട്ടി കളറിൽ ആർട്ട് പേപ്പറിൽ പൈസ നോക്കാതെ തന്നെ അടിക്കുക ചിത്രങ്ങളൊക്കെ സാധിച്ചാൽ വളരെ സാധാരണക്കാരായ ആൾക്കാർക്ക് പോലും ഈ പുസ്തകം കണ്ടാൽ എടുക്കാൻ തോന്നണം, തുറന്നു കഴിഞ്ഞാൽ വായിക്കാൻ തോന്നണം, വായിക്കാൻ തോന്നിയാൽ അവസാനം വരെ നിർത്താതെ വായിക്കണം, വായിച്ചു കഴിഞ്ഞാൽ വായിച്ചു മനസ്സിൽ പതിഞ്ഞു കിടക്കണം. ആ രീതിയിലാണ് നമ്മൾ ഇത് അവതരിപ്പിക്കാൻ നോക്കുന്നത്, ഒരു പരമാവധി ആകർഷകമായ രീതിയിൽ. അവിടെ നിങ്ങൾ എല്ലാവരുടെയും സഹായം വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ എഴുതി കാണിക്കുന്നതായ ആ ഒരു ഫോൺ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞല്ലോ, ഇത് 600 രൂപ ഒരു വർഷത്തെ 24 പുസ്തകങ്ങളൊക്കെ ആകും. 25 രൂപ വെച്ച് പോസ്റ്റേജ് നമ്മൾ ഇവിടെ തന്നെ മുടക്കി അയച്ചു കൊടുക്കുകയാണ്. ഇന്ത്യയിൽ ഉള്ള എവിടേക്കും നിങ്ങൾ പൈസ ഒരു തരത്തിലും ഉണ്ടാവുകയില്ല എന്നുള്ളവർ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് അഡ്രസ്സ് തരിക. പറ്റുന്ന പോലെ നിങ്ങൾക്ക് അത് അയച്ചു തരാനായിട്ട് പരിശ്രമിക്കാം. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കമില്ലാത്തൊരു ദശാംശം മാറ്റി വെക്കാൻ പറ്റുന്നവർ നിങ്ങൾ ദശാംശം ഈ ഒരു ദൈവരാജ ശുശ്രൂഷയ്ക്ക് ഒന്ന് മാറ്റി വെച്ചേ. നമുക്കത് വഴിയായിട്ട് പൈസ ഇല്ലാത്ത കുറേ പേരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കാമല്ലോ. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ കുറേ പേര് സഹകരിക്കുന്നുണ്ട്, അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ രീതിയിൽ എല്ലാ സ്നേഹമുള്ളവരും നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ദൈവശക്തി വ്യാപരിക്കട്ടെ ലോകം മുഴുവനിലേക്കും. അതിനുവേണ്ടി ഈശോയോട് ചേർന്ന് സമ്പാദിക്കാൻ, ശേഖരിക്കാൻ വിളിക്കപ്പെട്ടവർ നമ്മൾ. ഈശോ പറഞ്ഞില്ല, എന്നോടുകൂടി ശേഖരിക്കുന്നില്ലാത്തവൻ ചിതറിക്കുകയാണ്, അവൻ്റെ എതിരാളിയാണ്. മത്തായി 12 29-30 വാക്യങ്ങൾ. നമ്മൾ ആരും ഈശോയുടെ എതിരാളിയാകാൻ പാടില്ല. സ്നേഹമുള്ളവരെ, ഈ ശുശ്രൂഷയ്ക്ക് അച്ഛന് നിങ്ങളെല്ലാവരുടെയും സഹായം ആവശ്യമുണ്ട്. എല്ലാ രീതിയിലും നമ്മളിങ്ങനെ ഈ ടോക്ക് കേട്ട് സന്തോഷമായിട്ട് പിരിഞ്ഞു പോയാൽ പോരാ, ഒരു പോരാട്ടത്തിനായിട്ട് നമ്മൾ ഇറങ്ങണം. ഞാൻ എല്ലാ കുർബാനയിലും ഈ ധ്യാനം കൂടുന്ന എല്ലാവരെയും പ്രത്യേകം പറഞ്ഞ് എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, സമർപ്പിക്കുന്നുണ്ട്. എൻ്റെ കരുണക്കൊന്തയിലും ജപമാലയിലും നിങ്ങളെല്ലാവരും ഞാൻ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് അങ്ങോട്ട് ഇവിടെ അറിയുന്നില്ല, കാണുന്നില്ല, ശരിയാണ്. നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നം കേൾക്കാൻ സമയം കൊണ്ട് എനിക്ക് എത്തുന്നില്ല, അത് വാസ്തവമാണ്. പക്ഷേ നമ്മൾ അതിനേക്കാൾ വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കൂട്ടായ്മ നമുക്കുണ്ട്. അങ്ങനെ നമുക്ക് ഒരുമിച്ച് നീങ്ങാനായിട്ട് സാധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ നമുക്ക് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ട മോശയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഈശോ സ്വാധീനവും സഹായവും കണ്ടെത്തിയത്, മോശ ജീവിതത്തിലെ കാര്യങ്ങൾ ഈശോ എങ്ങനെയാണ് പഠിച്ചത്. ലൂക്കാ 9 താബോർ മലമുകളിൽ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ മോശ കയറി സംസാരിക്കാൻ വന്നു. അപ്പോൾ ഈശോ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ മോശയുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് ഈശോയ്ക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. മോശ നിരന്തരം അദൃശ്യനായവരെ ദർശിച്ചാൽ എന്ന പോലെ അങ്ങനെയാണ് തൻ്റെ ജീവിതം മുന്നോട്ട് നീക്കിയത് എന്ന് പറഞ്ഞാൽ ഈശോയും നിരന്തരം അദൃശ്യനായ പിതാവിനെ ദർശിച്ചാൽ എന്ന പോലെയാണ് മുന്നോട്ട് നീങ്ങിയത്. നമുക്കത് അങ്ങനെ തന്നെ ആയിരിക്കണം. പ്രാർത്ഥന വഴി ശക്തി എടുക്കാൻ
ഈശോയ്ക്ക് എപ്പോഴും സാധിച്ചിരുന്നു. ഈശോ അത് പഠിപ്പിച്ചിരുന്നു. ശക്തി പ്രാപിക്കണം, അതിനുവേണ്ടി മണിക്കൂർ ഈശോ പ്രാർത്ഥനയ്ക്ക് മാറ്റിവെച്ചിരുന്നു. മോശയും പ്രാർത്ഥന വഴി ശക്തി സംഭരിക്കാൻ ദൈവത്താൽ പരിശീലിപ്പിക്കപ്പെട്ട ആളാണ്. പുറപ്പാട് 17 അമലേക്കിനെ പ്രത്യേകിച്ചും കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ച് ശക്തി ഡൗൺലോഡ് ചെയ്തെടുത്ത് അമലേക്കിനെ തോപ്പിക്കുന്ന ജോഷുവയുടെ യുദ്ധത്തിന് സഹായിച്ചു കൊടുക്കുന്നു. അങ്ങനെ പ്രാർത്ഥന വഴി രൂപാന്തരപ്പെടുന്ന അനുഭവം മോശ തേജോമയമായി ഈശോയും താബോർ രൂപാന്തരപ്പെട്ട് അങ്ങനെ വന്നു. വീണ്ടും നമ്മൾ കണ്ടു ഈശോ ഗസമത്തോട്ടത്തിൽ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു. അത് മോശയെ കണ്ട് പഠിച്ചാൽ ചിന്തിക്കാൻ പറ്റും. മോശ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കുന്നതിൻ്റെ നിരവധി അവസരങ്ങൾ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. മോശ ഉപവസിച്ച് പ്രാർത്ഥിച്ച് 40 ദിനരാത്രങ്ങൾ ഭക്ഷണപാനീയം ഇല്ലാതെ ഈശോ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ച് പിശാചിനെ പരാജയപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മോശ തൻ്റെ കൂടെയുള്ള ജനത്തിൻ്റെ തിന്മയ്ക്ക് വേണ്ടി തമ്പുരാൻ്റെ പക്കൽ കരുണ ചോദിച്ച് അവർക്ക് വേണ്ടി മാപ്പ് ചെയ്ത് മാധ്യസ്ഥം വഹിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഈശോയും അങ്ങനെ തന്നെ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നത് ക്ഷമിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ട്. മോശ ജനത്തിൻ്റെ തിന്മയും പാപവും കാണുമ്പം അതിനുള്ള പരിഹാരമായിട്ട് തൻ്റെ ജീവൻ എടുത്തോളാൻ പോലും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കാണാനായിട്ട് പറ്റും. എന്നെ പേര് വെട്ടിക്കളഞ്ഞാൽ ഇവിടുന്ന് ക്ഷമിക്കുന്നില്ല എങ്കിൽ ഈശോ തൻ്റെ ജീവൻ ലോകം മുഴുവൻ്റെ പാപത്തിന് പരിഹാരം ബലിയായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു നമ്മൾ കാണുകയുണ്ടായി. മോശയും ഈ പോരാട്ടവും ഞെരുക്കോട്ടും ഒത്തിരി എതിർപ്പുകൾ കൂടെയുള്ളവരെന്നെല്ലാം അനുഭവിച്ച വ്യക്തിയാണ്. അഹ്റോൻ പോലും മോശയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ട്. മെറിയ സഹോദരി പോലും ജനങ്ങൾ മോശ തെരഞ്ഞെടുത്ത 250 നേതാക്കന്മാർ ഒരുമിച്ച് മോശയ്ക്കെതിരെ പിറുപിറുക്കുന്ന സ്ഥലങ്ങൾ കാണുന്നുണ്ട്. മോശ 12 ഗോത്രങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട 12 നേതാക്കന്മാർ തേനും പാലും കാനം തട്ടിപ്പോയി തിരിച്ച് ഒരു 10 പേരെ മോശയ്ക്കെതിരെ സംസാരിച്ചു. അങ്ങനെ കൂടെ നിൽക്കുന്നവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കുത്തിത്തിരിപ്പുകൾ എതിർപ്പുകൾ ഒത്തിരി അനുഭവിച്ച ആളാണ് മോശ. ഈശോ അതുപോലെ തന്നെ അപ്പസ്തലന്മാർ എല്ലാവരും ഇട്ടിട്ട് പോയി അവസാനം യുദാസ് ആണോ ഈശോയെ ഒറ്റുകൊടുക്കാനായിട്ട് സാത്താൻ്റെ ചേർന്ന് ഇറങ്ങിപ്പോയത്. പത്രോസ് പോലും തള്ളി പറഞ്ഞു, എതിര് പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഉള്ള സഹനങ്ങൾ ഈശോയും അനുഭവിച്ചു. ആ അനുഭവങ്ങൾ എങ്ങനെ നീങ്ങണമെന്നതിന് വ്യക്തത മോശ നോക്കി ഈശോ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മോശയും ഈശോയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു, മോശ തന്നെ പറയുന്നുണ്ട് എന്നെപ്പോലെ പ്രവാചകനെ ദൈവം ഉയർത്തും. അതുകൊണ്ട് തന്നെ ഈശോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് മോശയെപ്പോലെ ദൈവം ഉയർത്തും, ഞാനാണ്, എന്നെയാണ്. മോശയെ നോക്കി ഒത്തിരി പഠിച്ചിട്ടുണ്ട്. അപ്പം താബോർ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ഈശോ മോശയോടെ വന്നു, ഈശോയുടെ അടുത്തുണ്ടായിരുന്നു, ഈശോയോട് സംസാരിച്ചു. അപ്പം ഈ കാര്യങ്ങളെല്ലാം അവിടെ മോശ ഈശോയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു, കാണിച്ചു കൊടുത്തു. ഈശോയുടെ ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന രീതിയിലുള്ള ആ ദൗത്യ നിർവഹണത്തിൽ തിന്മ പ്രവർത്തനത്തെ പരാജയപ്പെടുത്താൻ. അപ്പോൾ നമുക്കും അതൊരു മാതൃക 2 രീതിയിൽ. ഒന്ന്, ഈശോയ്ക്ക് പോലും അന്നത്തെ സ്വർഗീയ വിശുദ്ധനെ സഹായിക്കുന്ന ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് ആവശ്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടാമത്, മോശയുടെ ജീവിതത്തിൻ്റെ രംഗങ്ങൾ നോക്കി ഈശോ കരുത്ത് പഠിച്ചെടുക്കുകയും ചെയ്തു. ഇത് രണ്ടും നമുക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. മോശയെ പറ്റി നമ്മൾ കൺസെഷനെ കണ്ടു. ഒരു കാര്യം കൂടി പറയാനായിട്ട് എൻ്റെ ഇവിടെ ശക്തമായ പ്രേരണ വരികയാണ്. ഏരിയയിലേക്കൊന്ന് നമുക്ക് വരണം. അതിന് മുമ്പായിട്ട് എന്താണെന്ന് വെച്ചാൽ, മോശയുടെ ജീവിതത്തിൽ നമുക്കറിയാം മോശയ്ക്ക് വലിയൊരു ഇച്ഛാഭംഗം അവസാനം വരുന്നുണ്ട്. എന്താണ്? തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാനായിട്ട് മോശയ്ക്ക് സാധിച്ചില്ല. മോശ അത് ആഗ്രഹിച്ചു, ആവശ്യപ്പെട്ടു, ചോദിച്ചു, പക്ഷേ തമ്പുരാൻ അത് അനുവദിച്ചില്ല. അങ്ങനെ ഒരു സംഭവമാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈശോയുടെ പ്രബോധനത്തിനും ഈശോ വളരെ ഗൗരവമായിട്ട് അടിവരയിട്ട് കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഗൗരവത്തിലെടുക്കണം. ഇത് ഈശോയുടെ പ്രബോധനത്തിൻ്റെ ഒരു പ്രധാന തലമാണ്. ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ എന്നോട് പങ്കുവെക്കും പറയും, അച്ഛൻ ഇത്രയും കുഞ്ഞു 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 കാര്യങ്ങൾ ഇങ്ങനെ വിശദമായിട്ട് സമയമെടുത്ത് പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ആർക്ക് ജീവിക്കാൻ പറ്റുമോ? എന്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇതെല്ലാം കേട്ടിരിക്കാൻ ആരെ കൊണ്ട് പറ്റും എന്ന് പോലും പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ ഇത് കേൾക്കാൻ പറ്റുകയെന്ന് പറഞ്ഞ് പോകുന്നവരുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് അത് ഒരിക്കലും അപ്രസക്തമല്ല എന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. ഈശോ തൻ്റെ ശുശ്രൂഷയിലെ പ്രബോധനങ്ങളിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മൾ കണ്ടതാണ്. ഫോഷ വിഡ്ഢി എന്നുള്ള ഒരു വാക്കുപോലും നരകത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുമെന്ന് മത്തായി 5:21 മുതൽ മത്തായി 5:27 ആസക്തിയുടെ ഒരു നോട്ടമുണ്ടായപ്പോലും വ്യഭിചാരം എന്നുള്ള വലിയ പാവമാണ് ചെയ്യുന്നത് എന്ന്. അതേ എന്നുള്ളത് അതേ, അല്ല എന്നുള്ളത് അല്ല. അതിന് മാറ്റം വരുത്തിയിട്ട് വളച്ചു കെട്ടി പറയുന്ന വ്യക്തി നുണ പറയുന്നു, വ്യാജം. ആ വ്യക്തി സാത്താനോടാ ചേരുന്നത്. ദുഷ്ടൻ നിന്ന് വരുന്നു ഇതിനപ്പുറമുള്ളത്.
അങ്ങനെ പറയുന്നു, വ്യർത്ഥമായൊരു വാക്കിന് പോലും കണക്ക് കൊടുക്കരുത്. അത് നമ്മൾ കണ്ട കാര്യങ്ങളാണ്, ആവർത്തിച്ച് കണ്ടതാണ്. ഞാൻ പിന്നെ പറയുന്നത് വെച്ചാൽ പരിശുദ്ധാത്മാവ് പ്രേരണ തരുന്നു, അത് നിങ്ങളുടെ പതിയാൻ വേണ്ടിയിട്ടാണ്. അത് പാപത്തിൻ്റെ വശം മാത്രമല്ല, പുണ്യത്തിൻ്റെ വശം അങ്ങനെ തന്നെയാണ്. ഒരു ചില്ലിക്കാശ് വിധവ ഇട്ടത് പോലും വലുതായിട്ട് ഈശോ എടുത്തു ചൂണ്ടി കാണിക്കുന്നു. എൻ്റെ നാമത്തിൽ കൊടുക്കുന്ന ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് പോലും പ്രതിഫലമുണ്ട്. മത്തായി 10 അവസാന ഭാഗത്ത് നിങ്ങളുടെ ശിരസിൽ ഒരു മുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. പിതാവ് പറയാൻ നിലത്ത് വീഴുന്നില്ല. ഒരു ചില്ലിക്കാശിന് ഒരുക്കുമ്പോൾ 2 പക്ഷികൾ ഒന്നുപോലും പിതാവ് നിലംപതിക്കുന്നില്ല. അങ്ങനെ നെഗറ്റീവ് വശത്ത് പോസിറ്റീവ് വശത്ത് 2 വശത്തും ഈശോയ്ക്ക് കുഞ്ഞു കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മത്തായി 5 ആദ്യ വാക്കുകൾ ഈശോ പറയും, ഈ നിയമത്തിലെ ഏറ്റവും നിസ്സാരമായ വള്ളിയോ പുള്ളിയോ പോലും മാറിപ്പോവില്ല. അതിനെ അവഗണിച്ചുകൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി സ്വർഗ്ഗരാജ്യത്തിൽ നിസ്സാരമായി കരുതപ്പെടും. അതിനെ പരിഗണിക്കുകയും പ്രവർത്തിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി സ്വർഗ്ഗത്തിൽ വലുതായി കരുതപ്പെടും. അവിടെ നമുക്ക് എങ്ങനെ നോക്കിയാലും വെളിപാട് പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിലെ അവസാന വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ എന്തെങ്കിലും കൂട്ടിച്ചേർക്കും, എന്തെങ്കിലും മാറ്റം ചെയ്താൽ ആ വ്യക്തി ജീവന്റെ പുസ്തകത്തിൽ നിന്നും പേര് വെട്ടപ്പെടും. അപ്പം ഇതെല്ലാം കാണിക്കുന്ന ഒരു വലിയ കാര്യമാണ്. ഈ വലിയ തമ്പുരാൻ കുഞ്ഞു കാര്യങ്ങൾ സത്യക്ക് തമ്പുരാനാണ്. നമ്മളതിൻ്റെ മറ്റ് വശങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഈ ഒരാശുപത്രിയിലൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും എന്തോ ഒരു കെയറാണ് കൊടുക്കുന്നത്. ഈ കൊറോണ നാളുകളിൽ നമ്മൾ എന്തുമാത്രം കെയറാണ് കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും കൊടുക്കുന്നത്. ഒരു കൈപിടിയെ തൊടുന്നത് പോലും നമ്മൾ ഒഴിവാക്കുന്നു. കൈപിടിയെ തൊട്ടാൽ നമ്മളത് സ്പ്രേ അടിച്ച് അവിടെ ശുദ്ധീകരിക്കുന്നു, അല്ലെങ്കിൽ കൈ നമ്മൾ സാനിറ്റൈസർ കഴുകുന്നു. ഓരോ അവസരത്തിലും അങ്ങനെ എവിടുത്തുമാത്രം കെയർ എടുക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ. കാരണം എവിടെയെങ്കിലും കുഞ്ഞു അവസരത്തിൽ ഈ വൈറസിന് കയറാൻ അവസരം കിട്ടിയാൽ അത് നമ്മൾ തകർത്ത് കളയും നമ്മളെ. അതുകൊണ്ട് അത്രയും കെയർ എടുക്കുകയാണ്. നമ്മൾ ഈ കൊറോണ കാര്യത്തിൽ ഒത്തിരി കാര്യം പഠിപ്പിക്കുന്നത് നടത്തണം. ഈ കൊറോണ വൈറസ് കയറി കഴിയുമ്പോൾ നമ്മൾ ശാരീരിക ആരോഗ്യ കുറവുള്ള അവസ്ഥയിലാണെങ്കിൽ വലിയ അപകടമാണ്, ആൾ പോയെന്ന് വരും. അതുകൊണ്ട് ആ പ്രായം ചെന്നവർ, രോഗമുള്ളവർ, കൊച്ചു കുഞ്ഞുങ്ങളും ഒന്നും പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പറയുന്നത്. നല്ല ആരോഗ്യമുള്ള വ്യക്തികളാണ് എങ്കിൽ ഈ വൈറസ് കയറിയാൽ പോലും അല്പം ബുദ്ധിമുട്ടുണ്ടാവും. രോഗം പിടിച്ചാൽ അല്പം ക്ഷീണവും ബുദ്ധിമുട്ടും, നല്ല ചെറുക്കം തന്നെയാണെങ്കിൽ പോലും അതേ മറികടക്കും. ഇതേ രീതി തന്നെ സ്നേഹമുള്ളവരെ ആത്മീയമായിട്ടും ആത്മീയ ആരോഗ്യത്തിൽ പ്രസാദപരാവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ നമ്മളെങ്കിൽ പൈശാചിക അരൂപികളുടെ സാന്നിധ്യമോ സ്വാധീന കെണിയോ എവിടെയെങ്കിലും ഒന്ന് കയറിയാൽ തന്നെ നമുക്ക് അല്പം ഞെരുക്കമൊക്കെ വന്നാലും നമ്മൾ പെട്ടുപോകില്ല, നമ്മൾ കയറിപ്പോകും. അതേസമയം കുമ്പസാരമില്ല, കുദാശയില്ല, പ്രാർത്ഥനയില്ല, വചനമില്ല, അങ്ങനെ ആത്മീയ ഭക്ഷണമില്ല, ആത്മീയ ആരോഗ്യമില്ലാതെ പാപാവസ്ഥയിലും ബലഹീനതയിലും തിന്മയിലും തെറ്റായ അവസ്ഥയിലൊക്കെ നീങ്ങുന്ന വ്യക്തികൾക്ക് സാത്താൻ്റെ ആക്രമണം വന്ന് തീർന്നു. ആ വ്യക്തി തീർന്നു പോകും. ഇതെല്ലാം നമുക്ക് ഈ കൊറോണ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ നല്ലൊരു ആപ്ലിക്കേഷൻ കാണുന്നുണ്ട്. അപ്പോൾ പറഞ്ഞില്ല, കുഞ്ഞു കാര്യങ്ങൾ അവസരങ്ങൾ പോലും നമ്മൾ സൂക്ഷിക്കുകയാണ് കൊറോണ വൈറസ് കയറാതിരിക്കാൻ എന്ന് പറയുന്ന പോലെയുള്ള നിബന്ധന ഈശോ ബൈബിളിലെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ അതായത് IT ഫീൽഡ് കമ്പ്യൂട്ടർ മേഖലയാണെങ്കിൽ പോലും ചെറിയ വൈറസ് പോലും കയറാൻ ഇട കൊടുക്കാതെ, വൈറസിന് സാന്നിധ്യം അപകട ഭീഷണി ഉള്ളപ്പോൾ അന്ന് കമ്പ്യൂട്ടർ തുറക്കുകയും ചെയ്യരുത്, സ്കാൻ ചെയ്തിട്ട് പിന്നെ തുറക്കാവുള്ളൂ. അങ്ങനെ എന്തോ ഒരു നിഷ്കർഷയാണ് ആ മേഖലയുള്ളവർക്ക് അറിയാം. അല്ലെങ്കിൽ നല്ല തട്ട് കിട്ട് സംഗതി അടിയെ പോകും. നികത്താനാവാത്ത നഷ്ടമുണ്ടാക്കാനായിട്ട് സാധിക്കും ഈ കമ്പ്യൂട്ടർ വൈറസ് കയറി കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ കുഞ്ഞു കാര്യങ്ങളുള്ള ശ്രദ്ധ ഈശോ ഇതുപോലെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മോശയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ആഴപ്പെട്ടൊരു പാഠം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ്. മോശയുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞു കാര്യത്തിൽ മോശയ്ക്ക് ഒരിക്കലും ഒരു വീഴ്ച വന്നു, ഒരു അശ്രദ്ധ വന്നുപോയി. ആ അശ്രദ്ധ മോശയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തത് വലിയൊരു നഷ്ടമാണ്, വലിയൊരു നഷ്ടം, പരിഹരിക്കാനാവാത്തൊരു നഷ്ടം തന്നെയാണ്. അത് നമ്മൾ ആ സംഭവം കാണുന്നത് നമുക്കിതിൻ്റെ പശ്ചാത്തലമായിട്ട് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്. മോശയുടെ അന്തിമ ദിവസങ്ങളെക്കുറിച്ചുള്ള പരാമർശം നമ്മൾ കാണുന്നുണ്ട്. 31 അധ്യായത്തിൽ 14 തിരുവചനം കർത്താവ് മോശ അരുളി ചെയ്തു, ഇതാ നിന്റെ മരണ ദിവസം ആസന്നമായിരിക്കുന്നു. ഞാൻ ജോഷുവയെ നേതാവായി നിയോഗിക്കാൻ നീ അവനെ കൂട്ടിക്കൊണ്ട് സമാഗമ കൂടാരത്തിലേക്ക് വരിക. അവർ അവിടെ എത്തി. അങ്ങനെ അപ്പോൾ കർത്താവ് ഒരു മേഘസ്തംഭത്തിൽ കൂടാരത്തിനടുത്ത് പ്രത്യക്ഷപ്പെട്ടു. മേഘസ്തംഭം കൂടാരവാതിലിന് മുകളിൽ നിന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇതാ നീ നിന്റെ പിതാക്കന്മാരുടെ കൂടെ നിദ്ര പ്രാപിക്കാറായിരിക്കുന്നു. ഈ ജനം തങ്ങൾ വസിക്കാൻ പോകുന്ന ദേശത്തെ അന്യദേവന്മാരെ പിഞ്ചുന്ന അവരുമായി വേശ്യാവൃത്തിയിൽ ഏർപ്പെടുകയും എന്നെ പരിധിക്കുകയും ഞാൻ അവിടെ ചെയ്തതിനുള്ള ഉറപ്പിൽ ലംഘിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, മോശയുടെ ദൈവത്തിന്റെ മരണ ദിവസം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട്
നീ ജോഷുവെ ചുമതല ഏൽപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതും കൂടെ വെച്ചുകൊണ്ട് മോശ ഒരു കീർത്തനം എഴുതി അത് കഴിഞ്ഞ് ജനത്തെ കൊണ്ട് പാടി പ്രാർത്ഥിപ്പിക്കുന്നു. 32-ാം അധ്യായം അതിൻ്റെ അവസാനം 45 മുതലുള്ള തിരുവചനങ്ങൾ. ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ഉദ്ബോധിപ്പിച്ചതിന് ശേഷം മോശ പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണിത്. ഇങ്ങനെ പറയുകയാണ്. ഈ വാക്ക് നമ്മൾ വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കത് പെട്ടെന്ന് അതിന് ഗൗരവം മനസ്സിലാവില്ല. നമുക്കത് മനസ്സിലാകണം. ഇപ്പം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ എടുക്കണം. പക്ഷെ പറയുന്നത് എന്താണ്? ഞാൻ പറയുന്ന നിയമത്തിലെ ഓരോ വാക്കും, നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ഈശോ പറയുന്നു, വ്യർത്ഥമായ ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. ഫോഷ വെട്ടി എന്നുള്ള ഓരോ വാക്ക് പോലും നരകത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ മാത്രം ഗൗരവമാണ്. ഈശോ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഒരു വള്ളി പുള്ളി പോലും മാറ്റാൻ പാടില്ല. അതുപോലെ ഗൗരവമുണ്ട്. കൊറോണ വൈറസിനെതിരെ നമ്മൾ കണ്ടില്ലേ, ഒരു നിസ്സാര ഇടപെടൽ മതിയാകും നമുക്ക് തട്ട് കിട്ടാൻ, ചിലപ്പോൾ ആള് പോകാൻ, ജീവിതം മുഴുവൻ പോകാൻ. അതുപോലെ ഗൗരവമാണ്. അവിടെ മോശ പറയുകയാണ്, ഞാനിന്ന് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതായി ഹൃദയത്തെ സംഗ്രഹിക്കുവിൻ. അന്ന് പുസ്തകങ്ങളില്ല, മറ്റു മാർഗങ്ങളൊന്നുമില്ല. കേൾക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാതെ ഹൃദയത്തിൽ ഇങ്ങനെ കുറിച്ചു വെക്കണം. അത് പിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, ആവർത്തിക്കണം. അവിടെ ജോഷുവ നമ്മൾ കണ്ടതാണ്. നടക്കുമ്പോഴും എടുക്കുമ്പോഴും അകത്തു പോകുമ്പോഴും പുറത്തു വരുമ്പോഴും അങ്ങനെ. പിന്നെ അതേപോലെ നിരന്തരം ധ്യാനിക്കണം, സംസാരിക്കണം, പ്രവർത്തിക്കണം. അങ്ങനത്തെ നീ ശക്തി പ്രാപിക്കും, എല്ലാ കാര്യവും വിജയം വരിക്കും ജോഷുവ ദൈവം പറഞ്ഞു. അപ്പം അതിൻ്റെ പശ്ചാത്തലമായിട്ടുള്ള മോശയുടെ മനസ്സ് ഇവിടെ കാണുന്നത്, ഓരോ വാക്കും ശ്രദ്ധിക്കണം, ഹൃദയം സംഗ്രഹിക്കണം. എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണിത്, നിങ്ങളുടെ ജീവനാണിത്. കൊറോണ ഇതിനെതിരെ ശ്രദ്ധിക്കേണ്ട കാര്യം പറയുമ്പോൾ സർക്കാർ പറയും, ഡോക്ടർമാർ പറയും, നിങ്ങളുടെ ജീവിതമാണ്, ജീവനാണിത്, നിസ്സാരമായ കാര്യമല്ല, അവഗണിക്കരുത്, കൈവിട്ട കളിയാണ്, പോകും, തട്ട് മേടിക്കും എന്ന് പറഞ്ഞ പോലെ ഇത് ജീവനാണ്, നിസ്സാരമായ കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്മറി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ യോർദാനക്കരെ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുന്നത് ഇതുമൂലമായിരിക്കും. അന്ന് തന്നെ കർത്താവ് മോശയോട് അരുളി ചെയ്തു, ജെരീക്കോയുടെ എതിർവശത്ത് മൊബാബ് ദേശത്തുള്ള അബ്രീം പർവ്വതനിരയിലെ നെബോ മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി നൽകുന്ന കാനാൻദേശം നീ കണ്ടുകൊള്ളുക. നെബോ മലയിൽ കയറിയാണ് മോശ ഈ കാനാൻദേശം കാണാൻ ദൈവം വിളിക്കുന്നത്. നെബോ മല, ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ പലരൂപതയുടെ ഞാനിപ്പോൾ ആയിരിക്കും ധ്യാനകേന്ദ്രത്തിൻ്റെ പേര് നെബോ, മൗണ്ട് നെബോ. ഈ നെബോ മലയാണ് മോശയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം ആണ് നെബോ. ആ ഒരു ബന്ധം നമുക്കുണ്ട്. അപ്പോൾ അതിൽ രണ്ട് വശമുണ്ട് നെബോ എന്നുള്ള ആശയത്തിന്. ഒന്ന് മോശയുടെ ഒരു ഇച്ഛാഭംഗത്തിൻ്റെ ഒരു സ്ഥലമാണ്. 40 വർഷക്കാലം ഈ ദൈവജനത്തെ ഫറവോനിൽ വിടുവിച്ച് ചെങ്കടലിൽ കടത്തി മരുഭൂമിയോട് നയിച്ചു. 40 വർഷം അവരുടെ നേതാവായിരുന്നു, അവരുടെ കൂടെ ആയിരുന്നു. അവസാനം ജനം അങ്ങോട്ട് ഈ പാല് കൊടുക്കുന്ന കാനാൻദേശത്ത് പ്രവേശിക്കുമ്പോൾ മോശയ്ക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. ആ ദേശം മോശ ഒന്ന് കണ്ടു, ഈ മലമുകളിൽ കയറി നിന്നുകൊണ്ട്. അങ്ങനെ മോശ ഒരു വശത്ത് തൻ്റെ അധ്വാനത്തിന് ശിക്ഷയുടെ ഫലമായി ജനത്തിന് കിട്ടുന്ന ദേശം കണ്ട് തൃപ്തിയടഞ്ഞു. മറുവശത്ത് തനിക്ക് അവിടെ പോയി താമസിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് പക്ഷെ നടക്കുന്നില്ല, അതിന് ഇച്ഛാഭംഗമുണ്ട്. പക്ഷെ അതൊരു നെഗറ്റീവ് അനുഭവം അല്ല. അവിടെ വെച്ച് മോശയെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു. മോശ ഒരു മരിച്ചടക്കപ്പെട്ട് മോശ അടക്കി അവിടെ ആർക്കും പറഞ്ഞുകൂടാ. അവിടെ മോശ മരിച്ചു. അങ്ങനെയാണ് മോശ സ്വർഗപ്രവേശനത്തിൻ്റെ മലയാണ് നെബോ. അതതിൻ്റെ പോസിറ്റീവ് വശം. അപ്പം ഇങ്ങനെ ഒരു നമ്മളിപ്പോൾ കാണാൻ പോകുന്ന കാര്യം, ഒരു ചെറിയ പെശക് വന്നതിൻ്റെ പേര് മോശയ്ക്ക് ഒരു ഇച്ഛാഭംഗത്തിൻ്റെ വിഷയം വന്നു. ചോദിച്ചാൽ ദൈവം ചെയ്തു കൊടുത്തില്ല. അതിൻ്റെ പേര് ദൈവം മോശയെ മാറ്റിവെച്ചു എന്ന് അർത്ഥമില്ല. നമ്മൾ കണ്ടത് ഇപ്പോൾ ഈ ചിന്ത എടുക്കുന്ന കൺസിസ്റ്റർ ഈ സെഷനിലും ഈശോയ്ക്ക് പോലും മോശ ഉപദേശം കൊടുക്കുന്നു, ഈശോയ്ക്ക് പോലും മോശ വ്യക്തത കൊടുക്കുന്നു, കരുത്ത് പകർന്നു കൊടുക്കുന്നു. താബോറിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പോലും അങ്ങനെ മോശയും പേരെ സംസാരിക്കുന്ന ഒരു രംഗം നമ്മൾ വചനത്തെ വായിക്കുന്നു. നമ്മൾ വായിക്കുന്നില്ലാത്ത, നമുക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെട്ടില്ലാത്ത എത്രയോ അവസരങ്ങളിൽ ഈ മോശ ഈശ്വര പക്കല് എത്തിയിട്ടുണ്ട്, ഈശോയോട് സംസാരിച്ചിട്ടുണ്ട്, ഈശോയ്ക്ക് വ്യക്തത കൊടുത്തിട്ടുണ്ട്. ഒരു സംശയം വേണ്ട. കാരണം ഈശോ വചനമാണ്, ദൈവത്തിൻ്റെ വചനം. ആ ദൈവത്തിൻ്റെ വചനം മുൻകൂട്ടി വെളിപ്പെട്ട് കിട്ടിയത് മോശയുടെ പ്രവാചകന്മാർ വഴി. അതെല്ലാം ഒരേ വചനം തന്നെ, ഈശോയുടെ ഉള്ളിലുള്ള വചനവും ആ പഴയ ദൈവത്തിൻ്റെ വചനം മുഴുവനും. അവിടെ അതുമായിട്ട് ഈശോയുടെ ഉള്ളിൽ നല്ലപോലെ ചേർന്നായിരിക്കുന്നത്. അതുകൊണ്ട് അത് ഒറ്റപ്പെട്ട ഒരു അനുഭവം ആയിരുന്നില്ല മോശ സംസാരിക്കുന്നത്. അപ്പം അത്രയും പ്രാധാന്യം മോശയ്ക്ക് സ്വർഗത്തിലുണ്ട്, ഈശോയുടെ ദൈവരായ ശുശ്രൂഷയിലുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ട്. അവിടെ മോശ പരാജയപ്പെട്ടു പോയ ജീവിതം അല്ല.
അവിടെ ഒരു ഇച്ഛാഭംഗം ചിന്തിക്കും, അങ്ങനെ നമ്മൾ ചിന്തിച്ച് പോകാൻ ഇടവരരുത്. അപ്പോൾ പിന്നെ ഇവിടെ പക്ഷെ മോശയുടെ തമ്മിൽ പറയുന്ന കാര്യം, നെബോമലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി നൽകുന്ന കാനാദേശം നീ കണ്ടുകൊള്ളുക. നിന്റെ സഹോദരൻ അഹ്റോൻ ഹോർ മലയിൽ വെച്ച് മരിക്കുകയും തന്റെ ജനത്തോട് ചേരുകയും ചെയ്ത പോലെ നീ കയറുന്ന ഈ മലയിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. എന്തെന്നാൽ സിൻ മരുഭൂമിയിൽ കാദിഷിലെ മെരീബ ജലാശയത്തിന് സമീപേ ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ വെച്ച് നീ എന്നോട് അവിശ്വസ്തമായി പെരുമാറി എൻ്റെ പരിശുദ്ധിക്ക് നീ സാക്ഷ്യം നൽകിയില്ല. ഇസ്രായേൽ ജനത്തിന് ഞാൻ നൽകുന്ന ആ ദേശം നീ കണ്ടുകൊള്ളുക, എന്നാൽ നീ അവിടെ പ്രവേശിക്കുകയില്ല. ഇത് നമുക്ക് വായിക്കുമ്പോൾ തോന്നിച്ചിരി കട്ടിയായിപ്പോയി തമ്പുരാൻ അങ്ങനെ നിലപാട് മോശയോട് എടുത്തത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. തമ്പുരാൻ്റെ പദ്ധതികളും കാര്യങ്ങളും വള്ളി പുള്ളി മാറ്റാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ മോശയോട് ദൈവം ഇങ്ങനെ ഒരു ഗൗരവമുള്ള കാർക്കശ്യമെടുത്ത് ഒരു നോ പറയുമ്പം അത് മോശയെ മാറ്റി വെക്കുന്നതല്ല, മറിച്ച് നമുക്ക് എല്ലാവർക്കും വേണ്ടി പിന്നീട് ഈശോ വഴി അവിടുന്ന് വെളിപ്പെടുത്താനായിരുന്നതായ കാര്യങ്ങൾക്കുള്ള ഒരു അടിസ്ഥാന ഫ്രെയിം അവിടെ ഇട്ടുവെക്കും. ഒരു മനോഹര ഉദാഹരണം തന്നെ അവിടെ രചിച്ച് വെക്കുകയാണ്. കുഞ്ഞു കാര്യങ്ങൾ എന്തുമാത്രം ശ്രദ്ധിക്കണമെന്നുള്ളതും. നമ്മളിതിൻ്റെ ഈ സംഭവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നിയമാവർത്തന പുസ്തകത്തിൽ തന്നെ മൂന്നാമത്തെ അധ്യായത്തിൽ, നിയമാവർത്തന പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ 23 തിരുവചനങ്ങളിൽ മോശ ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയുകയാണ്. എന്താ സംഭവം? അനന്തരം ഞാൻ കർത്താവിനെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു, ദൈവമായ കർത്താവെ, അവിടുത്തെ മഹത്വവും ശക്തമായ കരവും അവിടെ ദാസനെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുവല്ലോ. ഇപ്രകാരം ശക്തമായ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന ദൈവം അങ്ങേപ്പോലെ സ്വർഗത്തിന് ഭൂമിയിൽ വേറെ ആരുള്ളൂ? യോർദാൻ അക്കരെയുള്ള ഫലഭൂയിഷ്ഠമായ സ്ഥലവും മനോഹരമായ മലമ്പ്രദേശവും ലെബനോനും പോയി കാണാൻ എന്നെ അനുവദിക്കണമേ. മോശ അങ്ങനെ ചോദിച്ചു. ഈ ജനം കടന്ന് അങ്ങോട്ട് കയറി പോകുന്നതിന് മുമ്പ് തന്നെ മോശ ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് ആ ദേശം ഒന്ന് കാണണം, തേനും പാലും ഒഴുകുന്ന, ഞാൻ ഇത്രയും 40 വർഷം കൂട്ടിക്കൊണ്ട് ജനം പോയി താമസിക്കണമെന്നാണ്, ഞാൻ പോയി കാണട്ടെ, മുൻകൂട്ടി പോയി കാണട്ടെ ചോദിച്ചു. എന്നാൽ നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോട് കോപിച്ചിരിക്കുകയായിരുന്നു, അവിടുന്ന് എൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ല. കർത്താവ് എന്നോട് പറഞ്ഞു, മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. ദൈവത്തിന് മാറ്റം വരുത്താനായിട്ട് ആരെ കൊണ്ടും പറ്റുകയില്ല. ദൈവത്തിൻ്റെ പിടിവാശിയല്ല, നിർബന്ധബുദ്ധിയല്ല. ദൈവത്തിൻ്റെ അനന്തമായ നന്മയിലും നീതിയിലും അവിടുന്ന് വെച്ചിരിക്കുന്ന കാര്യങ്ങളെ അവഗണിക്കാനോ ക്യാൻസൽ ചെയ്യാനോ ദൈവത്തിന് സാധിക്കുകയില്ല എന്നുള്ളതാണ് നമ്മളോട് മനസ്സിലാക്കേണ്ടത്. തമ്പുരാൻ പറഞ്ഞു, പിസ്കായുടെ മുകളിൽ കയറി കണ്ണുകൾ ഉയർത്തി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കണ്ടുകൊള്ളുക, എന്നാൽ ഈ യോർദാൻ നീ കടക്കുകയില്ല. യോശുവയ്ക്ക് നിർദ്ദേശം കൊടുത്തുകൊള്ളുക. അപ്പം അങ്ങനെ മോശ ആഗ്രഹം പറഞ്ഞു, അപേക്ഷ ചോദിച്ചു, എന്നിട്ട് തമ്പുരാൻ അത് അനുവദിച്ചില്ല എന്ന് നമ്മൾ കാണുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലമായുള്ള സംഭവം ഏതാണ്? സംഖ്യയുടെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ 1 വാക്യങ്ങളിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത്. സംഖ്യയുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ 1 വാക്യങ്ങളിൽ പാറയിൽ നിന്ന് വെള്ളം കൊടുക്കുന്ന സംഭവമാണ്. അങ്ങനെയുള്ള 2 സംഭവങ്ങൾ നമുക്ക് മോശയുടെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. 1-ാമത്തെ സംഭവം നമ്മൾ കാണുന്നത് പുറപ്പാട് പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 1 വാക്യങ്ങളിലാണ്. പാറയിൽ നിന്ന് ജലം കൊടുക്കുന്ന സംഭവം. അത് ജനം വെള്ളമില്ലാതെ പറഞ്ഞപ്പോൾ മോശയുടെ മക്കൾ നിലവിളിച്ചു. അപ്പോൾ മോശ ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥിച്ചു. തമ്പുരാൻ പറഞ്ഞു, ജനത്തെ വിളിച്ചു കൂട്ടിയിട്ട് ആ പാറയുടെ പക്കം ചെന്നിട്ട് ആ പാറയിൽ നീ അടിക്കണം. 6-ാം വാക്യം, നീ ആ പാറയിൽ അടിക്കണം, അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും. അങ്ങനെ വടികൊണ്ട് പാറയ്ക്കിട്ട് അടിച്ചിട്ട് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിന് വെള്ളം കൊടുത്തു. അങ്ങനെ ഒരു സംഭവം. അതിനുശേഷം പിന്നീട് ജനം 40 വർഷക്കാലം ചുറ്റിക്കിടക്കുന്ന അവസരത്തിൽ സിൻ മരുഭൂമിയിൽ വീണ്ടും എത്തി. ആ സിൻ മരുഭൂമിയിൽ വരുമ്പോഴാണ് വീണ്ടും ഈ വെള്ളത്തിൻ്റെ വിഷയം വരുന്നത്. 20-ാം അധ്യായം 1 വാക്യങ്ങൾ, ഇസ്രായേൽ ജനം 1-ാം മാസത്തിൽ സിൻ മരുഭൂമിയിലെത്തി. അവർ കാദേശിൽ താമസിച്ചു. അവിടെ വെച്ച് മിരിയാം മരിച്ചു. അവിടെ സംസ്കരിച്ചു. പിന്നീട് അവിടെ ജനത്തിന് വെള്ളം ലഭിച്ചില്ല. അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ച് കൂടി
ജനം മോശയോട് എതിർത്ത് പറഞ്ഞു. മോശയുടെ ശുശ്രൂഷ നമ്മൾ നോക്കുമ്പോൾ നിരന്തരമായിട്ട് എതിർപ്പിൻ്റെ ഒരു അനുഭവം മോശ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ സെഷനിൽ പറയുകയുണ്ടായി, മോശയുടെ ജീവിതത്തെ അടുത്ത് നിരീക്ഷിക്കുന്നത് നമുക്ക് വലിയ ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. വലിയ ആത്മീയ ചൈതന്യം. കാരണം നമ്മുടെ ജീവിതത്തിലും ഒരുപാട് എതിർപ്പുകൾ, പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ, ഞെരുക്കങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ സഹപ്രവർത്തകർക്കിടയിൽ നിന്നും നമ്മൾ ആർക്ക് ശുശ്രൂഷ ചെയ്യുന്നവോ അവർക്ക് അവരുടെ ഭാഗത്തേക്ക് ഉണ്ടാകുമ്പോൾ അതിനെതിരെ നമുക്ക് നിലകൊള്ളാനുള്ള വലിയൊരു പ്രചോദനം മോശ വഴി നമുക്ക് ലഭിക്കാനുള്ള നല്ല സംഭവങ്ങൾ ധാരാളം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നല്ല മഴ പെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെ ഞാൻ മുന്നോട്ട് പറഞ്ഞ് നീങ്ങുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സിൻ മരുഭൂമിയിൽ വെള്ളമില്ലാതെ വന്നപ്പോൾ ജനം മോശയ്ക്കെതിരെ ഇങ്ങനെ പിറുപിറുത്തു. അവർ പറയുകയാണ്, ഞങ്ങളുടെ സഹോദരങ്ങൾ കർത്താവിന് മുമ്പിൽ മരിച്ചു വീണപ്പോൾ, നേരത്തെ ഒരു സംഭവം ഉണ്ടായതാണ്, ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികൾ ഇവിടെ കിടന്ന് ചാകുവാനും വേണ്ടി നിങ്ങളുടെ കർത്താവിൻ്റെ സമൂഹത്തെ മരുഭൂമിക്ക് എന്തിനു കൊണ്ടുവന്നു? ഈ ദുഷിച്ച സ്ഥലത്തേക്ക് നയിക്കാൻ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് എന്തിന്? ഇത് ധാന്യമോ അത്തിപ്പഴമോ മുന്തിരിയോ മാതളപ്പഴമോ കിട്ടുന്ന സ്ഥലമല്ല, കുടിക്കാൻ വെള്ളം പോലുമില്ല. അപ്പോൾ മോശയും അഹ്റോനും സമൂഹത്തിൽ നിന്ന് സമാഗമനത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് സാഷ്ടാംഗം വീണു. നമ്മൾ കണ്ടല്ലോ, മോശ എപ്പോഴും കമിഴ്ന്ന് വീഴുമായിരുന്നു. നമുക്കും സഹനങ്ങളും എതിർപ്പുകളും ഞെരുക്കങ്ങളും വരുമ്പം നമ്മൾ എങ്ങനെ പെരുമാറേണ്ടത് മോശയുടെ പാഠം. ഈശോ അത് കണ്ട് പഠിച്ചിട്ടാണ് തനിച്ചു പോയി പ്രാർത്ഥനയിലായിരിക്കുന്നത്. കമിഴ്ന്ന് വീണ് ഗസമത്തിൽ പ്രാർത്ഥിക്കുന്നത് കണ്ടു കഴിഞ്ഞ കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇത് മറക്കാൻ പാടില്ല. അവർക്കെതിരെ തർക്കിക്കാനല്ല, അവരെ ശപിക്കാനല്ല, പ്രാകാനല്ല. പക്ഷേ നമ്മൾ ഇതുപോലെ തമ്പുരാൻ മക്കളിലേക്ക് ഒന്ന് പ്രാർത്ഥനയിൽ അഭയം തേടണം. അതുവഴി മാത്രമേ നമുക്ക് മുന്നോട്ട് നീങ്ങാനും സാധിക്കുകയുള്ളൂ. ഇവിടെ 7-ാം വാക്യം 1 വായിക്കുമ്പോൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ വടി കയ്യിലെടുക്കുക, നീയും നിന്റെ സഹോദരൻ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചു കൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ അവരുടെ മുൻപിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. തമ്പുരാൻ അങ്ങനെ പറഞ്ഞു. അത് മോശ കേട്ടു. അതനുസരിച്ച് മോശ കർത്താവിന് മുൻപ് വടിയെടുത്തു. മോശയും അഹ്റോനും കൂടി പാറയ്ക്ക് മുമ്പ് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി. മോശ പറഞ്ഞു. പക്ഷെ ഇവിടെ വരുമ്പോൾ ജനത്തിൻ്റെ ഈ ധിക്കാരവും എതിർപ്പും പിറുപിറുപ്പും ഇത് കേട്ട് മോശ ഒരു പറഞ്ഞാൽ അല്പം ഒന്ന് കരുത്ത് ചോർന്നു പോയ ഞെരുങ്ങിയ ഒരവസ്ഥയിലാണ്. മോശ ഒരു പച്ചയായ മനുഷ്യനാണെന്ന് ഓർമ്മിക്കണം. ഈശോ പോലും ഗെത്സമനേ പിതാവെ സാധിക്കുമെങ്കിൽ ഒഴിവാക്കി തരണേ എന്ന് പറയുന്നത് നമുക്കറിയാം. അതിൻ്റെ ആ വാക്ക് നേരത്തെ പത്രോസ് പറഞ്ഞപ്പോൾ ഈശോ സാത്താനെന്ന് വിളിച്ചതാണ്. എന്നിട്ടിപ്പം ഗെത്സമനേ ഈശോ പോലും പറഞ്ഞു പോകുന്നുണ്ട്. അത്രമാത്രം ഈ ഒരു ഞെരുക്കം ഈശോ തന്നെ പറയുന്ന പോലെ ഞാൻ മരണത്തോളം എത്തിയിരിക്കുന്ന അസ്വസ്ഥത, ദുഃഖം, ആ ഞെരുക്കം ഈശോ അനുഭവിച്ചു. പക്ഷേ ഈശോ അവിടെ നന്നായിട്ട് വിയർത്ത് പ്രാർത്ഥിച്ച് ചോര ഒഴുക്കിപ്പോലും പ്രാർത്ഥിച്ച് ചേർത്ത് പറഞ്ഞ്, പിതാവേ അങ്ങയുടെ വാക്ക് മാത്രമേ എന്നെ നടക്കാവുള്ളൂ. അങ്ങനെയാണ് ഈശോയോട് പിടിച്ചു കയറി പോയത്. അതുപോലെ പിടിച്ചു കയറി പോകാൻ പക്ഷേ ഇവിടെ മോശയ്ക്ക് പറ്റുന്നില്ല. ഒരുപക്ഷെ മോശയുടെ ഈ അനുഭവവും ഈശോയ്ക്ക് വലിയൊരു പാഠമായിരുന്നിട്ടുണ്ട് എന്ന് നമുക്കിവിടെ ശ്രദ്ധിക്കാനായിട്ട് പറ്റും. മോശയ്ക്ക് എന്താ പറ്റാതെ പോയത്? മോശ തമ്പുരാൻ്റെ പക്കൽ പ്രാർത്ഥിച്ചു. ജനത്തിൻ്റെ പിറുപിറുപ്പ് എത്ര പ്രാവശ്യമാണ് അത് കേൾക്കുന്നത്. ഞാൻ കുറേ പ്രാവശ്യം കഴിഞ്ഞ സെഷനിൽ പറയുകയുണ്ടായി. ചാപത്ത് ജനങ്ങളങ്ങനെ, നേതാക്കന്മാരങ്ങനെ, മെറിയ സ്വന്തം പെങ്ങള് അഹ്റോ പോലും അങ്ങനെ ഒരുപാട് എതിർപ്പ് നിരന്തരം കേട്ട് 40 വർഷം കൊണ്ട് മോശ കണ്ടമാനം വിഷമിച്ചിട്ടുണ്ട്, ഞെരുങ്ങിയിട്ടുണ്ട്. തമ്പുരാൻ്റെ മക്കൾ ഇപ്പം കമിഴ്ന്ന് വീഴുകയാണ് മണിക്കൂറുകൾ. അങ്ങനെ കരുത്തെടുത്ത മോശ അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ പിടിച്ച് സഹിച്ച് നിന്നത്. ആ നിൽപ്പിൽ ഒരു അല്പം തിളക്കം കുറഞ്ഞു പോയ ഒരു നിൽപ്പാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മോശ ജനത്തെ കൂട്ടി പാറയുടെ അടുത്ത് ഒന്ന് വടിയും പിടിച്ചുകൊണ്ടങ്ങ് ചെന്നു. എന്നിട്ട് മോശ പറഞ്ഞു, ധിക്കാരികളെ കേൾക്കുവിൻ, ധിക്കാരികളെ കേൾക്കുവിൻ. ഈ പറച്ചിൽ തന്നെ കേൾക്കുമ്പോൾ നമുക്കറിയാം അത്ര
ആത്മീയ അഭിഷേകത്തിലല്ല മോശം നിൽക്കുന്നത്. അല്പം കൺട്രോൾ പോകുന്നുണ്ട്. ധിക്കാരികളെ കേൾക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണം. ഇവിടെ അല്പം മോശം മാനുഷികമായിട്ട് സംസാരിക്കുകയാണ്. ദൈവമാണ് വെള്ളം തരുന്നത്. മോശം നേരത്തെ പറയും, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് മോശ. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും അതെല്ലാം അങ്ങ് വിട്ടുപോയി, സഹി കെട്ട് പോവുകയാണ്. മോശ അറിയാതെയൊക്കെ പറഞ്ഞു, നിങ്ങൾക്ക് ധിക്കാരികളെ. അപ്പോൾ അതന്നെ ഉള്ളിൻ്റെ അകർച്ച വന്നുപോയി. അകർച്ചയുടെ അരൂപി പരിശുദ്ധാരൂപി അല്ല, ധിക്കാരികളെന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വെള്ളം തരണോ? അത് തന്നെ ഒരു മനുഷ്യചിന്തയാണ്. മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടികൊണ്ടടിച്ചു. തമ്പുരാൻ പറഞ്ഞത് എന്താണ്? ജനത്തെ പാറയുടെ പക്കൽ കൊണ്ടുചെന്നിട്ട് പാറയോട് ആജ്ഞാപിക്കുക. 8-ാം വാക്യം, വെള്ളം പുറപ്പെടുവിക്കുവാൻ അവിടെ മുൻപിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക. തമ്പുരാൻ പറഞ്ഞത് അങ്ങനെയാണ്. നേരത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ അടിക്കാനാ പറഞ്ഞിരുന്നത്. അതിൻ്റെ ഓർമ്മ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. പാറയുടെ പക്ക ചെന്ന് വടിയെടുത്തോണ്ട് ചെല്ല് എന്നും കേട്ടപ്പോഴേ മോശ പകുതിയെ ശ്രദ്ധിച്ചുള്ളൂ. കാരണം ടെൻഷനാണ്. ടെൻഷൻ കാരണം തമ്പുരാൻ പറഞ്ഞ് ആജ്ഞാപിക്കുക എന്നുള്ള കാര്യം അത്ര ഉള്ളിൽ ക്ലിക്കായില്ല. അല്ല, കേട്ടിട്ട് അത് വിട്ടുപോയി. ജനത്തിൻ്റെ വെറുതെർപ്പ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നത്. പകുതി കേട്ടിട്ട് വന്നു. ഇവിടെ വന്നിട്ട് നേരത്തെ ചെയ്ത പോലെ അതിനെ വടിയെടുത്തിട്ട് പാറയ്ക്കിട്ട് 2 പ്രാവശ്യം അടിച്ചു. തമ്പുരാൻ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം തമ്പുരാൻ ചെയ്തു. എന്ത്? വെള്ളം ഒഴുകി, ജനത്തിന് വെള്ളം കിട്ടി. പക്ഷേ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തക്ക വിധം അവിടുത്തെ വചനം വള്ളി പുള്ളി മാറാതെ അനുസരിക്കുന്നതിൽ മോശയ്ക്ക് വീഴ്ച വന്നു പോയി. ഇതാ സംഭവിക്കുന്നത്. മോശ കൈ എറിഞ്ഞ് പാറി 2 പ്രാവശ്യം വടികൊണ്ടടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു. മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു. സംഭവം കഴിഞ്ഞു. പക്ഷേ മോശയോട് തമ്പുരാൻ പറയുകയാണ് അഹ്റോനോടും, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഈ ജനത്തിൻ്റെ മുമ്പിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. തമ്പുരാൻ്റെ വിശുദ്ധി, ആ വിശുദ്ധിയുടെ കരുത്ത്, ആ വചനത്തിൻ്റെ ശക്തി അത് പ്രകടമാകത്തക്ക രീതിയിൽ പെരുമാറുന്നതിന് മോശയ്ക്ക് ചെറിയൊരു വീഴ്ച വന്നു. അതാണ് പിന്നീട് മോശ പറയുന്നത്, നിങ്ങൾ നിമിത്തം അവിടുന്ന് എന്നോടും കോപിച്ചിരിക്കുകയായിരുന്നു. നിങ്ങൾ നിമിത്തം. മോശ തെളിച്ചപ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. നിങ്ങൾ നിമിത്തം. കാരണം ഈ ഒരു വിഷയം വന്നതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, മോശ ജനത്തെ അവിടെ പ്രവേശിപ്പിക്കുകയില്ല. നിയമാവർത്തനം 3 നമ്മൾ കണ്ട കാര്യം. നിങ്ങൾ നിമിത്തം അവിടെ നിന്ന് കോപിച്ചു. ഈ ദൈവത്തിൻ്റെ കോപം എന്ന് പറയുന്ന ഒരു പിടിവാശി, നിർബന്ധബുദ്ധിയോ സ്നേഹമുള്ളവരെ അങ്ങനെയല്ല. മറിച്ച് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ അവസാനം സംഭവിക്കുന്നത് നിയമാവർത്തനം 34-ാമത്തെ അധ്യായം, മോശയുടെ മരണം. അനന്തരം മോശ മോവാബ് സമതലത്തിൽ നിന്ന് ജെറീക്കോയുടെ എതിർവശത്ത് എന്ന നെബോ മലയിലെ പിസ്ഗായുടെ മുകളിൽ കയറി കർത്താവ് അവന് എല്ലാ പ്രദേശങ്ങളും കാണിച്ചു കൊടുത്തു. കർത്താവ് തന്നെ കാണിച്ചു കൊടുക്കുന്നത്. ഗിലെയാദ് മുതൽ ദാൻ വരെയുള്ള പ്രദേശങ്ങളും നഫ്താലി മുഴുവനും എഫ്രായിമിൻ്റെയും മനാസയുടെ ദേശങ്ങളും പശ്ചിമ സമുദ്രം വരെയുള്ള യൂദാദേശവും നെഗേബും ഈന്തപ്പൻ്റെ പട്ടണമായ ജെറിക്കോ സ്ഥിതി ചെയ്യുന്ന താഴ്വരയിലെ സോവാർ വരെയുള്ള സമതലവും. അതിന് കർത്താവോട് പറഞ്ഞു, നിന്റെ സന്തതികൾക്ക് നൽകുമെന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ ശപഥിച്ച ദേശമാണിത്. ഇത് കാണാൻ ഞാൻ നിന്നെ അനുവദിച്ചു, എന്നാൽ നീ ഇതിൽ പ്രവേശിക്കുകയില്ല. കർത്താവിന് ദാസനായ മോശ അവിടെ നല്ല ചെയ്തപോലെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. മോവാബ് ദേശത്ത് ബെത്പയോനെതിരെയുള്ള താഴ്വരയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇന്ന് വരെ അവൻ്റെ ശവകുടീരത്തിൻ്റെ സ്ഥാനം ആർക്കും അറിവില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. മരിക്കുമ്പോൾ മോശയ്ക്ക് 120 വയസ്സുണ്ടായിരുന്നു. അവൻ്റെ കണ്ണ് മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല. ഇസ്രായേൽക്കാർ 30 ദിവസം മോശയെ ഓർത്തുകൊണ്ട് വിലപിച്ചു എന്ന് കാണുകയാണ്. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, മോശയെ നോക്കി ഈശോ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇതുപോലെ ത്യാഗപൂർണമായ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ വലിയ ശക്തിയോടുകൂടിയുള്ള തമ്പുരാൻ്റെ ഹിതത്തിന് യോഗ്യമായ രീതിയിൽ ശുശ്രൂഷ മോശം നിർവഹിച്ചുവെങ്കിലും ഈ ഒരു കുഞ്ഞു കാര്യത്തിലൊരു വീഴ്ച വന്നപ്പോൾ
മോശയുടെ ഒരു മാനുഷികമായ തൃപ്തിയും ആഗ്രഹവും നടക്കാതെ പോവുകയാണ്. ദൈവം ഒരു മയോടെ കാണിക്കുന്നില്ല. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിൻ്റെ പേര് മോശ ഇപ്പോഴും സ്വർഗത്തിൽ വിഷമിച്ച് വാടിത്തൂങ്ങി ഇരിക്കുകയാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. മോശ ഒരിക്കലും വാടിത്തൂങ്ങി വിഷമിച്ച് സ്വർഗത്തിൽ ഇരിക്കുന്നേ ഇല്ല. കാരണം അവിടെ വെച്ച് കാണിച്ചു കൊടുത്തു. പിന്നെ സ്വർഗത്തിലേക്കാണ് എടുക്കുന്നത്. ഈ തേനും പാനും ഒഴുകുന്ന കാനാദേശത്ത് പോയി വയസ്സാകാലം താമസിക്കുന്നതാണോ, സാക്ഷാൽ പർദീസയിലേക്ക് സകല തേനും പാലും ഒഴുകുന്ന ദേശത്തിൻ്റെ എല്ലാം മൂർത്തിഭാവമായ നിറവായ സ്വർഗത്തിലേക്ക് നേരെ പ്രവേശിക്കുന്നതാണ് മനോഹരം. അതുകൊണ്ട് മോശയ്ക്ക് ദൈവം ഒരു പോരായ്മയും വരുത്തുന്നില്ല. പക്ഷെ അന്നത്തെ അവസ്ഥയിൽ മോശയുടെ ഒരു മാനുഷിക ആഗ്രഹമായിരുന്നു, ഒരു തൃപ്തിയുടെ സംതൃപ്തിയുടെ ഒരു വിഷയമായിരുന്നു അവിടെ ചെന്ന് ആ നാട്ടിൽ അങ്ങനെ താമസിക്കുക. പക്ഷെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല, ആവശ്യമില്ല. അതിനേക്കാൾ ഒരു സമ്മാനത്തിലേക്ക് ദൈവം തന്നെ മോശയെ കൂട്ടിക്കൊണ്ട് പോയി സ്വർഗത്തിലേക്ക്. അവിടെ ഒരു പോരായ്മ മോശയ്ക്കില്ല. മോശ ഇന്ന് നമ്മുടെ ഇതേപ്പറ്റി ചിന്തിച്ചും ധ്യാനിച്ചും ഒക്കെ കേൾക്കുമ്പോൾ മോശ പുഞ്ചിരി തൂകുന്നുണ്ടാവും. മോശയ്ക്ക് ഒരു കുറവും സ്വർഗത്തിലില്ല. നമ്മൾ പറഞ്ഞ പോലെ ഈശോയുടെ പക്കൽ പോലും നിരന്തരമെന്നോണം മോശ എത്തിയിരുന്നു. ഈശോയുടെ ജീവിത കാലത്ത് നമ്മൾ ഈ താവറുമല ഒരു അനുഭവത്തിൽ കാണുന്ന പോലെ തന്നെ അങ്ങനെ ഈശോയുടെ ഉള്ളിലും ഈശോയുടെ മുമ്പിലും മോശ ഒന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ പോരായ്മ വന്നിട്ടില്ല. അതേസമയം നമ്മൾ ചില കുറവുകളും പോരായ്മകളും ഒക്കെ അശ്രദ്ധ വരുത്തിയാൽ അതുവഴി വരുന്ന പോരായ്മ നമുക്ക് ചുമ്മാ അങ്ങ് സാരമിരുന്ന് വെക്കാൻ പറ്റത്തില്ല എന്നുള്ള ഗൗരവം. അത് അവയും പാപം ചെയ്തു. അതിൻ്റെ ഫലമായി ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി വെച്ച മനോഹരമായ പർദീസ മുഴുവനും അടച്ച് ഭദ്രമാക്കി അവിടുന്ന് ഇവരെ പുറത്ത് വിടേണ്ടി വന്നു. പുറത്ത് ഇറങ്ങിയ മനുഷ്യന് കഷ്ടപ്പെട്ട് ഒരുപാട് രോഗങ്ങൾ, ഞെരുക്കങ്ങൾ, മരണം, സാത്താൻ്റെ തലമാണ് അവൻ്റെ സാമ്രാജ്യം, അവൻ്റെ അധികാരമുള്ള പ്രാമാണിത്വമുള്ള ലോകം. അവിടെ അലയേണ്ടി വരുന്നു. അതേസമയം പർദീസ ഇങ്ങനെ മനോഹരമായ വേറെ അവസ്ഥ അവർ തന്നു കൊടുക്കാതെ, എന്നാൽ പിന്നെ പാവം മനുഷ്യനല്ലേ അങ്ങോട്ടും കയറിക്കോട്ടെന്ന് വെച്ചാൽ പോരെ. അത് അങ്ങനെ ചെയ്യാനായിട്ട് സാധ്യമല്ല. ദൈവത്തിൻ്റെ നീതിക്ക് അത് നിരക്കുകയല്ല, അത് അനീതിയാണ്. ദൈവം അത് കാർക്കശ്യം കാണിക്കുന്ന, നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാർക്കശ്യം കാണിക്കുന്നതല്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവം ഈ രീതിയിൽ നമുക്ക് വ്യക്തമാക്കി തരുമ്പോൾ ദൈവത്തിൻ്റെ നന്മയും സ്നേഹവും ഒപ്പം നീതി അവിടെ ഒരുപോലെ വരുന്നുണ്ട്. നീതി ഇല്ലായെങ്കിൽ നന്മയും സ്നേഹവും നിലനിൽക്കുകയില്ല. നീതിയിൽ നിന്നുകൊണ്ട് ദൈവം നന്മയും സ്നേഹവും പൂർത്തീകരിക്കുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ വരുത്തിയ തിന്മയ്ക്ക് താൻ തന്നെ പരിഹാരം ചെയ്തുകൊണ്ട്. മനുഷ്യരുടെ പാപങ്ങൾ അവർക്കെതിരെ പരിഗണിക്കാതെ പാവമറിയാത്ത ഏകപുത്രനെ പരിഹാര ബലിയാക്കി. അതാ ദൈവത്തിൻ്റെ നന്മയും കാരുണ്യവും. ദൈവത്തിന് നീതിയെ അവഗണിക്കാൻ പറ്റത്തില്ല. പക്ഷേ നന്മയും കാരുണ്യവും നിറയെ ഉണ്ട്. ആ നന്മയും കാരുണ്യവും വഴിയാണ് നീതിയുടെ ലംഘനത്തെ, ഭംഗത്തെ ദൈവം പരിഹരിക്കാനായിട്ട് ഇടവരുത്തുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മൾ തകർത്ത് കളഞ്ഞാൽ ചുമ്മാ സാരമില്ലെന്ന് വെച്ചങ്ങ് വെക്കാൻ പറ്റുകയില്ല. അത് ഓരോന്നിനും അതിൻ്റെ ക്രമമുണ്ട്. ക്രമം തെറ്റുന്നതാണ് അക്രമം എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈശോ പിന്നെ വന്നപ്പോൾ ശക്തമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചത് നിയമത്തിൽ നിന്നും വള്ളി പുള്ളി മാറുകയില്ല, എല്ലാം പൂർത്തിയാകുന്നിടം വരെ. അതുകൊണ്ട് എന്തിനെങ്കിലും ഇല്ലാതാക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. മത്തായി 5:17-18 വാക്യങ്ങൾ. വള്ളി പുള്ളി മാറില്ല. വള്ളി പുള്ളി മാറ്റിയാൽ നമ്മുടെ വള്ളിയും പുള്ളിയും വേണേ പോകും. മോശ തമ്പുരാൻ്റെ വചനത്തിൻ്റെ വള്ളിയും പുള്ളി ശ്രദ്ധിച്ചില്ല. അതുവഴി സംഭവിച്ചത് മോശയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം അങ്ങ് ഇല്ലാതെ പോയി. മോശ അതിനെ എളിമയോടെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അനുഭവിച്ച കള്ളം പറഞ്ഞതുപോലെ ഇതെൻ്റെ പ്രവൃത്തിക്ക് തക്ക അനുഭവമാണ് ഈ കുരിശ്, ഞാൻ അതിനെ സ്വീകരിക്കുന്നു. നമ്മുടെ ദാവീദിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ കണ്ടില്ല, ദാവീദ് ബത്ശബയുമൊത്ത് പാപം ചെയ്തു. അങ്ങനെ ഉണ്ടായ കുഞ്ഞിന് രോഗം പിടിപെട്ട് കുഞ്ഞ് മരിക്കുന്നു. ദാവീദ് 7 ദിവസം നിലത്ത് കിടന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞ് മരിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ദാവീദ് എണീറ്റ് കുളിച്ച് വസ്ത്രം മാറി തൈലം പൂശി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയാണ്, ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ മരണത്തിൻ്റെ സഹനത്തെ ദാവീദ് എളിമയുടെ യാഥാർത്ഥ്യബോധത്തെ സ്വീകരിച്ചു. അങ്ങനെ പാഠം ഇതിനകത്തുണ്ട്. മോശ അതിൻ്റെ പേര് വഴക്കടിക്കുന്നില്ല, പിന്നെ കെഞ്ചുന്നില്ല. എനിക്ക് കാരാദേശത്ത് പോയേ പറ്റൂ, ഞാൻ സമ്മതിക്കല കർത്താവേ, ഇല്ല. മോശ പറഞ്ഞു തൻ്റെ ആഗ്രഹം. പക്ഷേ ദൈവം പറഞ്ഞ പോലെ മോശ അനുസരിച്ചു. ഇപ്പം ജോഷുവായി വിളിച്ച് ചുമതല ഏൽപ്പിച്ചു. ഇപ്പം മല കയറി നോക്കിക്കണ്ടു, സന്തോഷമായിട്ട് നമ്മുടെ മക്കളിലേക്ക് പോയി. പിന്നെ വഴക്കും പിണക്കോ ഇല്ല. അപ്പം കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്,
മറ്റൊന്നുള്ളത്, ചില കുറവുകൾ, പോരായ്മകൾ ഇങ്ങനെ വരുമ്പോൾ, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ആകാതെ ഇതിൻ്റെ ഇങ്ങനെ ഈ രീതി സംഭവിക്കുമ്പോൾ അതിന് ശാന്തതയോടെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. അവിടെ നമ്മൾ പെറുപെറുത്തും മഴക്കടിച്ചു വാടി തൂങ്ങി ഒന്നും ഇരിക്കണ്ട. അതിനപ്പുറമുള്ള തമ്പുരാൻ തരും നമുക്ക്. അനുദപിച്ച കള്ളന് കുരിശിൽ നിറക്കി കൊടുത്തില്ല ഈശോ, അവൻ ചോദിച്ചുമില്ല. പക്ഷേ പറുദീസയിൽ ഈശോയുടെ രാജ്യത്തിൽ അന്ന് തന്നെ അവന് പ്രവേശനം കിട്ടി. അതിനപ്പുറമുള്ള തമ്പുരാൻ തരും. ഭൂമിയിൽ ദൈവം ഒരുക്കിയ പറുദീസ അതോ വഴി നഷ്ടപ്പെടുത്തി. അതിൻ്റെ പേരിൽ മനുഷ്യവർഗത്തിന് എന്നേക്കുമായി പറുദീസ നഷ്ടപ്പെട്ടു പോയോ? ഇല്ല. അതിനും അപ്പുറമുള്ള പറുദീസ അനുഭവത്തിലേക്ക് ഈശോയുടെ ശുശ്രൂഷ വഴി ദൈവം മനുഷ്യർക്ക് മുഴുവനും വിളിച്ചു ക്ഷണിച്ച് കയറ്റിവെച്ച അവസരം ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അതൊരു ശാശ്വതമായ നഷ്ടമല്ല. അതുകൊണ്ട് അഗസ്തീനോസും മറ്റും പറയുമോ, ഭാഗ്യപ്പെട്ട പാപമേ എന്ന് പോലും പറയുന്നുണ്ട്. കാരണം അങ്ങനെ പാപം വഴി അതിനേക്കാൾ വലിയ കൃപയും സൗഭാഗ്യവും ദൈവം സമർത്ഥമായിട്ട് നമുക്ക് ഈശോ വഴി നൽകുന്ന അവസരമുണ്ടായി എന്നതിൻ്റെ സൂചന. അപ്പം നമ്മൾ മോശയുടെ ജീവിതത്തിലേക്ക് നോക്കി ഈശോ പഠിച്ചൊരു പാഠമാണിത്. നമ്മൾ പറഞ്ഞല്ലോ, ഏത്? കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മോശയ്ക്ക് അന്ന് ഈ തിരക്കിനിടയിൽ പറ്റിയില്ല, മടുത്തുപോയി മോശ. ജനത്തിൻ്റെ പെറുപെറുപ്പും എതിർപ്പും സഹി കെട്ടുപോയി. അപ്പോൾ അല്പം വെറുപ്പ് കയറി. ധിക്കാരികളെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണോ? രണ്ട് തെറ്റാണ് സംഭവിച്ചു പോകുന്നത്. ഒന്ന്, ജനത്തോടുള്ള ഒരു നീരസം അല്പമെങ്കിലും കയറി. രണ്ട്, ആ നീരസത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വിശദാംശങ്ങൾ ശ്രദ്ധയിലില്ലാതെ പോയി. അപ്പോൾ തെറ്റിപ്പോയി. ഈ അപകടം എപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ഒരിക്കലും മടുത്തു പോകരുത്. അതുകൊണ്ടാണ് ഈശോ ഞെരുക്കം വരുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് മലമുകളിൽ കയറുന്നത്. നമുക്ക് ഞെരുക്കോ വിഷം വരും, പ്രാർത്ഥിക്കാനായിട്ട് മാറണം. തമ്പുരാൻ പക്കലേക്ക് പോകാൻ സമീപിക്കണം. നമ്മൾക്കൊരു വിധത്തിൽ നമ്മൾ പ്രമാണങ്ങളുടെ അടുത്ത തലം രണ്ടാം കൽപ്പലകയിൽ പരസ്പര ബന്ധന മേഖല നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇതിൽ കൂടുതൽ കാണും. മറ്റുള്ളവരുമായുള്ള ഇടപെടൽ നമ്മൾ ഒരിക്കലും സഹികെട്ട് നിരാശപ്പെട്ട് പെറുപെറുത്ത് വെറുപ്പ് കയറി നീരസ്വം അകൽച്ചയും കയറുന്ന അവസ്ഥയ്ക്ക് പോകാൻ ഇടവരരുത്. അങ്ങനെയുള്ള രീതികൾ കാണുമ്പോഴേ നമ്മൾ മാറിപ്പോയി സമയം സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥനയിൽ ചെലവഴിച്ച് വചനം ധ്യാനിച്ച് വചനത്തിൻ്റെ വ്യക്തതയെടുത്ത് ആ വ്യക്തി നിങ്ങളുടെ കരുത്ത് പ്രാർത്ഥന വഴിയെടുത്ത് അങ്ങനെ നീങ്ങാനായിട്ട് നമുക്ക് സാധിക്കണം. അല്ലായെങ്കിൽ നമുക്ക് മോശയ്ക്ക് അന്ന് പറ്റിയവരുടെ പോരായ്മ വരാം. ഈശോ ആ പോരായ്മ വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ വക്ക് വരെ എത്തി കസമതോട്ടത്തിൽ സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം ഒഴിവാക്കി താ എന്ന് ഈശോ പറഞ്ഞു. പക്ഷേ നീ അങ്ങയുടെ വചനം പോലെ മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങളുടെ കരുത്ത് പ്രാർത്ഥന വഴി നേടിയെടുത്തു. അത് മോശയെ നോക്കി ഈശോ പഠിച്ചിട്ട് ഒരു ചുവടും കൂടെ മുന്നോട്ട് ഈശോ കയറി വന്ന രംഗം തന്നെയാണ്. നമുക്ക് സ്നേഹമുള്ളവരെ, നമുക്ക് മോശയുടെ ജീവിതം നോക്കി ഈശോ പഠിച്ച കാര്യങ്ങൾ, ഈശോയുടെ പൂർണ്ണമായി നമുക്ക് ഉൾപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളത്തിലേക്ക് എടുക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമുക്കൊരു നിമിഷം ദീപിക സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ചേർക്കാം. കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ, നീ പരിശുദ്ധൻ 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 കർത്താവേ, നീ പരിശുദ്ധൻ. മിശിഹ കർത്താവേ, പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തരൂപനായി ദിവികാരുണ്യനാഥനായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്ന ഈശോയെ ഞങ്ങളങ്ങേ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ ഈ വീടുകളിലേക്ക്, ഈ മുറികളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങളങ്ങേ സ്വാഗതം ചെയ്യുന്നു. സക്കേവസിൻ്റെ വീട്ടിൽ വസിക്കുവാനായിട്ട് അങ്ങ് കയറി വന്നതുപോലെ ഞങ്ങളുടെ കൂടെ നിരന്തരം വസിക്കണമേ. നല്ല ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ ശുശ്രൂഷയിൽ അങ്ങ് വളരെ ഗൗരവത്തോടെ ഞങ്ങൾ പഠിപ്പിച്ച പല കാര്യങ്ങളും അങ്ങ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ അതിനു മുമ്പ് പിതാവ് പ്രവാചകന്മാർ വഴി വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ പൂർണ്ണമായ അവതരിപ്പിക്കലായിരുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മോശയുടെ ജീവിതത്തിലൂടെ വെളിപ്പെട്ട കാര്യങ്ങൾ അങ്ങയിലൂടെ എങ്ങനെയാണ് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങൾ കാണുകയായിരുന്നു. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പോലും എന്തുമാത്രം ഗൗരവം എടുക്കണമെന്ന് അങ്ങയുടെ വചനത്തിൽ അങ്ങ് ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് ഞങ്ങൾ എത്രയോ പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്കിലും ഞങ്ങളതിനെ പലപ്പോഴും അവഗണിച്ചു പോയിട്ടുണ്ട്. വലിയ തമ്പുരാൻ കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് തിരിയുന്നുണ്ട്. പക്ഷേ ഈശോയെ, മോശയെ പോലെ പലപ്പോഴും ഞങ്ങൾ വീഴ്ച വരുത്തി പോകുന്നു. മോശയുടെ ജീവിതത്തിലെ ആ ഒരു സംഭവം സാരമില്ല എന്ന് വെച്ച് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനല്ല, അതിൻ്റെ ഗൗരവം വ്യക്തമാക്കത്തക്ക രീതിയിൽ മോശയ്ക്ക് ഇച്ഛാഭംഗമാകുമെന്ന് അറിഞ്ഞിട്ടും മോശയെ കാനത്തേനും കാനദേശത്ത് പ്രവേശിപ്പിക്കാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അങ്ങ് ഇടവരുത്തിയപ്പോൾ അതുവഴി ഞങ്ങൾക്ക് എല്ലാവർക്കും കലാകാലം മനുഷ്യർക്ക് മുഴുവനും വേണ്ടി വലിയൊരു പാഠം അങ്ങ് അടിവരയിട്ട് പഠിപ്പിക്കുകയായിരുന്നല്ലോ. 40 വർഷത്തെ കാലത്തെ ബന്ധം ആ ജനത്തോട് മോശയ്ക്കുണ്ടായിരുന്നു. 40 വർഷമായിട്ട് മോശയുടെ സ്വപ്നമായിരുന്നതിനും ഒരു കാലാദേശം. എന്നിട്ട് പോലും അവിടെ കയറണ്ടെന്നങ്ങ് പറഞ്ഞുവെങ്കിൽ ദൈവമേ, അങ്ങയുടെ വചനത്തെ ഞങ്ങൾ കൊടുക്കേണ്ട പ്രാധാന്യം എന്തുമാത്രമാണെന്ന് അങ്ങ് കാണിച്ചു തരികയാണല്ലോ. മോശ അവസാനം ജനത്തോട് പറഞ്ഞു, ഞാൻ ഈ പറയുന്ന ഓരോ വാക്കും വളരെ ഗൗരവമുള്ളതാണ്, നിങ്ങളുടെ ജീവനാണിത്, ഒരു വാക്ക് പോലും അവഗണിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മോശ അടിവരയിട്ട് പറയുമ്പോൾ തൻ്റെ തന്നെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നാണ് മോശ ഇത് പറയുന്നത്. ഈശോ വന്ന് വചനം പഠിപ്പിക്കുമ്പോൾ ആ ഒരു ഗൗരവം പങ്കുവെക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. നല്ല ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഓരോ വചസ്സും ഗൗരവത്തിലെടുക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. അശ്രദ്ധ കൊണ്ട് അവഗണന കൊണ്ട് അത് ഞങ്ങൾ വിട്ടുകളയാനിട വരാതിരിക്കട്ടെ. മോശ അന്ന് ജനത്തോടുള്ള അല്പം അസ്വസ്ഥത, ധിക്കാരികളെന്ന് വിളിക്കാൻ മാത്രമുള്ള ഞെരുക്കം, പിന്നെ പ്രാർത്ഥന കരുത്തില്ലായ്മ, അതുപോലെ വചനത്തിൻ്റെ വ്യക്തതകൾ മനസ്സിൽ വിട്ടുപോയ ആ ഒരു ഞെരുക്കത്തിൻ്റെ അനുഭവം, അതിലൂടെ അങ്ങനെ ആയിരുന്നുകൊണ്ടാണല്ലോ ആ ഒരു പോരായ്മ വന്നത്. നല്ല ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം സഹോദരങ്ങളെല്ലാ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചും സമചിത്തതയിലും ശാന്തതയിലും സൗമ്യതയിലുമായിരിക്കാനും വചനത്തിൻ്റെ വിശദാംശങ്ങൾക്ക് അനുശാസനങ്ങൾക്ക് എപ്പോഴും ധ്യാനത്തിലും നിശബ്ദതയിലും കാതോർ സത്തയെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് താബോർ മലയിൽ കയറി വചനത്തിലൂടെ മോശ ഏലിയായും ഒക്കെ വഴി പങ്കുവയ്ക്കപ്പെടുന്ന വചനത്തിലൂടെ തൻ്റെ കടന്നു പോകലിനെ കുറിച്ച് പങ്കുവച്ച കാര്യങ്ങൾ എന്താണ് എന്ന് ശ്രദ്ധയോടെ ഒപ്പിയെടുക്കുന്നത് ഞങ്ങൾ കാണുന്നു. ഈശോ, ഇതുപോലെ ഞങ്ങൾക്കും പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കാനും പ്രാർത്ഥനയിലൂടെ ശക്തി സംഭരിക്കാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ. മഹാപ്രവാചകനായ മോശയെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ അമ്മേ, അമ്മയുടെ വിവരഹൃദയത്തിലേക്ക് ഞങ്ങൾ തന്നെ പ്രതിഷ്ഠിക്കുന്ന പുതുക്കിയ സന്തോഷത്തോടെ മഹാവചന പ്രഘോഷകനായ വിശുദ്ധ അന്തോനീസെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിരന്തരം ഉന്നയിച്ചുള്ള മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ഈ എളിയ ദാസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ചും പാലാരൂപതയുടെ വാഗോൺ മണ്ഡപ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും പരിശുദ്ധ പരമദീപികാരുടെ തിരുസാന്നിധ്യം കരങ്ങളിൽ സംവഹിച്ചുകൊണ്ട് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദം ദാസം നൽകുന്നു. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ ഓരോ നിയോഗത്തോടും പ്രിയപ്പെട്ടവരോടും കൂടെ വളരെ പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന വഴിയും ത്യാഗങ്ങൾ കാഴ്ചവെച്ച് സഹകരിക്കുന്ന ഓരോ വ്യക്തിയോടും കൂടെ 100 ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.